നമസ്കാരം. മാർക്ക് ഒരുപാട് പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും ആ സെൻട്രൽ പ്ലെയിനിലേക്ക് സാവധാനം കടക്കുകയാണ്. മരുഭൂമി പോലെ തോന്നുന്ന ആ സ്ഥലത്തുനിന്ന് നടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ മാർക്ക് ഒരു നിമിഷം അവിടെ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉള്ള വഴികളാണ് മാർക്ക് അവിടെ കാണുന്നത്. ഇതിലേത് ഭാഗത്തേക്ക് പോയാൽ ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകാം, അതാണ് മാർക്കിന് അറിയേണ്ടത്. മാർക്ക് സാവധാനം റോഡിലൂടെ വലതു ഭാഗത്തേക്ക് ഒന്ന് നടന്നു. അല്പദൂരം നടന്നപ്പോൾ അവിടെ ഒരു ടീ ഷോപ്പ് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ചെറിയ കട. വളരെ വിശാലമായ ഷോപ്പിംഗ് മാളുകളും മറ്റുമൊക്കെ അതിന് സമാന്തരമായി ഇരുഭാഗത്തും ഉണ്ടെങ്കിലും ആ ഷോപ്പിൽ അധികം തിരക്കില്ല. മാർക്ക് ആ ഷോപ്പിനടുത്തെത്തി ഒരു ടീക്ക് ഓർഡർ കൊടുത്തു. ഓർഡർ ചെയ്ത ആ ടീ വന്നതും മാർക്ക് അത് വാങ്ങിച്ച് പതുക്കെ കുടിച്ചു തുടങ്ങി. മാർക്കിന്റെ പിതാവ് പൗലിൻ മാസ്റ്റർക്കും മാർക്കിന്റെ ആദ്യത്തെ ഗുരുനാഥനും കൊടുത്ത അതേ ടീയുടെ ഒരു ടേസ്റ്റ് ആ ടീ കുടിച്ചപ്പോൾ മാർക്കിന് അനുഭവപ്പെട്ടു. തന്റെ പിതാവ് സെൻട്രൽ പ്ലെയിനിൽ നിന്നായിരിക്കും അന്ന് ആ ടീ കൊണ്ടുവന്നെന്ന് അത് രുചിച്ചപ്പോൾ മാർക്കിന് തോന്നുകയും ചെയ്തു. ഒരു എൻലൈറ്റ്മെന്റ് ടീ ആണ് മാർക്കിന് കിട്ടിയിരിക്കുന്നത്. ആ ടീ കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഉണർവ് കുടിക്കുന്ന ആൾക്ക് സ്വാഭാവികമായി ഫീൽ ചെയ്യും. അത് കുടിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ആ ഉണർവ് വളരെ വലുതായി അനുഭവപ്പെടുമെന്ന് മാത്രം. മാർക്ക് ആ ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടക്കാരൻ മാത്രമായ ഒരു സന്ദർഭം എത്തി. മാർക്ക് അയാളുടെ സമീപത്തെത്തി അയാളോട് ചോദിച്ചു, ബ്രദർ, ഇവിടെ നിന്ന് ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകാൻ ഏതാണ് വഴി? ആ ചോദ്യം കേട്ടതും ആ ആള് കൗതുകത്തോടെ മാർക്കിനും നോക്കി. ഏത് ബ്ലാക്ക് കുടുംബം? ഇവിടെ ഒരുപാട് ബ്ലാക്ക് കുടുംബങ്ങളുണ്ട്, ഏതിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഇവിടുത്തെ ഈ 9 അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ് ഇല്ലേ, അതിലെ ബ്ലാക്ക് കുടുംബം. ഓ, ദ ഗ്രേറ്റ് ബ്ലാക്ക് ഫാമിലി. സുഹൃത്തെ, അത് ഇവിടെയൊന്നും അല്ല, അതിവിടെ നിന്ന് ഒത്തിരി ദൂരേക്കാണ്. ഒത്തിരി ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നടന്നു തുടങ്ങിയാൽ എത്ര ദിവസം കൊണ്ട് അവിടെ എത്തും? മാർക്ക് ഫെല്ലറുടെ നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ആ കടക്കാരൻ ഒന്ന് ചിരിച്ചു. ആ ചോദിച്ച ആൾക്ക് ശരിക്കും ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സെൻട്രൽ പ്ലെയിനിൽ വരുന്നതല്ലേ? അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സാരമില്ല, ഇതുപോലെ പലരും ഇവിടെ വരാറുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ നടന്ന് ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഒരുപാട് ദൂരെയാണ് ആ ബ്ലാക്ക് കുടുംബം. നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ മറ്റൊരു മാർഗമുണ്ട്. അത് ഇവിടെയുള്ള ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമോ? ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഇവിടെ അടുത്തുണ്ടോ? ഇവിടെ അടുത്ത് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ബ്രദർ, അത് എവിടെയാണെന്ന് പറയാമോ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. കണ്ടുപിടിക്കാൻ ലേശം പാടാണ് അതിന്റെ സ്ഥാനം. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ അടുത്തുകൂടിയാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ. ഞാൻ നിന്നെ അവിടെ എത്തിക്കാം. അങ്ങനെ ആ കടക്കാരൻ പറഞ്ഞിട്ട് കടക്കാരൻ ആ കട അടച്ചു തുടങ്ങി. അയാളുടെ ഉച്ചവരെയുള്ള കച്ചവടം അവസാനിച്ചത് കൊണ്ടാണ് അയാൾ ആ കട അടയ്ക്കുന്നത്. കട അടയ്ക്കുന്നിടയിൽ അയാൾ മാർക്കിനോട് ആ കാര്യം പറയുകയും ചെയ്തു. ഇനി അയാൾ കട തുറക്കുന്നത് വൈകുന്നേരം 4 മണി കഴിയുമ്പോഴാണ്. അതുവരെ അയാൾക്ക് വിശ്രമമാണ്. കട അടച്ചതും ആ കടക്കാരൻ മാർക്കിനൊപ്പം നടന്നു തുടങ്ങി. നടക്കുന്നിടയിൽ മാർക്ക് പല കാര്യങ്ങളും അയാളോട് ചോദിച്ചു. ബ്രദർ, ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആ ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരൊന്ന് കാണാമെന്ന് കരുതിയത്. അത് കേട്ടതും ആ കടക്കാരൻ പറഞ്ഞു, സുഹൃത്തെ, ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഏറ്റവും പ്രമുഖ കുടുംബം ബ്ലാക്ക് കുടുംബമാണ്. അവർക്ക് 10,000-കണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട്. അത് കേട്ടപ്പോൾ മാർക്കിന് ശരിക്കൊരു അതിശയം. മാർക്കിന് വളരെ ചെറിയ ഒരു കാലഘട്ടമാണ് ആകെ മാർക്കിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഓർമ്മയുള്ളത്. ഇവിടെ ഒരുപാട് തലമുറകൾക്ക് മുകളിലുള്ള ആളുകൾ വരെയുള്ള ആളുകളെ ആ കുടുംബത്തിന് ഓർമ്മയുണ്ടെന്നാണ് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കടക്കാരൻ സൂചിപ്പിക്കുമ്പോൾ മാർക്കിന് മനസ്സിലാകുന്നത്. മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ ബ്ലാക്ക് കുടുംബത്തെ പോലെ പ്രമുഖമായ വേറെ ഏതെങ്കിലും കുടുംബം ഈ 9 കുടുംബങ്ങളിലുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സുഹൃത്തെ, ഈ സി കുടുംബവും ബ്ലാക്ക് കുടുംബവും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു. ആ 2 കുടുംബങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിവാഹം വരാൻ പോവുകയാണ്. അയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് അത് കേട്ടപ്പോഴേ മാർക്കിന് മനസ്സിലായി. ബ്ലാക്ക് കുടുംബത്തിലെ എമിലിയും സി കുടുംബത്തിലെ ഏതോ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹം നടക്കാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ സി കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൻ ശക്തനാണോ? ശക്തനാണെന്നോ? നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? ഈ സെൻട്രൽ പ്ലെയിനിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ സി ഷൈനാണ്. സി ഷൈൻ, അതെ, ഷൈൻ എന്ന അയാളുടെ പേര്. അതെ, യങ് മാസ്റ്റർ ഷൈൻ ശരിക്കും ശക്തനാണ്. സി കുടുംബത്തിന്റെ ഷൈൻ അതിശക്തനാണെന്ന് വളരെ ദൂരത്തുള്ള ആളുകൾക്ക് വരെ അറിയാം.
ആ കടക്കാരൻ പറയുന്നത് കേട്ടപ്പോൾ മാർക്കിന് അതാണ് മനസ്സിലായത്. മാർക്ക് ആ കടക്കാരനൊപ്പം നടക്കുമ്പോൾ മാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. നടക്കുന്ന വഴികൾ ശരിക്കും വളഞ്ഞിട്ടാണ്. നേരെ പോയി വലത്തോട്ട് തിരിയുന്നു, പിന്നെ തെക്കോട്ട് വരുന്നു, പിന്നെ തിരിച്ച് വീണ്ടും വലത്തോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ വളഞ്ഞു പുളഞ്ഞാ പോകുന്നത്. ഈ വഴിയിലൂടെയാണ് പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടതെങ്കിൽ ഒരു കാരണവശാലും തനിക്ക് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ആ വഴിയിലൂടെ നടക്കുമ്പോൾ മാർക്കിന് തന്നെ ഉണ്ടാവുകയാണ്. എന്തായാലും അനവധി ഊടുവഴികളിലൂടെ നടന്ന് അവസാനം ആ കടക്കാരൻ മാർക്കിനെയും കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിന്റെ സമീപമെത്തി. വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ മുമ്പിൽ അതിവിശാലമായ ഒരു ഓഫീസുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ ഓഫീസുകൾ പോലെ ഒരു ടിക്കറ്റ് കൗണ്ടറും മറ്റു സംവിധാനങ്ങളുമാണ് അവിടെ ഉള്ളത്. മാർക്ക് അയാളോട് ചോദിച്ചു, ഞാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ മതിയോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അപരിചിതർക്ക് അനുവാദമില്ല. ബ്രദർ എന്താ പറഞ്ഞത്? അതേ സുഹൃത്തെ, ഈ നാട്ടുകാർക്ക് മാത്രമേ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടുത്തെ സിറ്റിയുടെ നിയമം അതാണ്. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സുഹൃത്തെ, അതിനെന്തിനാ ഭയക്കുന്നത്? ഞാനില്ലേ, നിങ്ങൾ പണം നൽകിയാൽ ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. അങ്ങനെ ആ കടക്കാരൻ പറഞ്ഞതും മാർക്കിന് സന്തോഷമായി. മാർക്ക് പണം എടുക്കാൻ പോയപ്പോ ആ കടക്കാരൻ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളിപ്പോ ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ബ്ലാക്ക് കുടുംബത്തിലെ ആളുകൾ ഇവിടെ അടുത്ത് ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ അടുത്തോ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴിയെ പോകാൻ പറ്റൂ. ബ്ലാക്ക് കുടുംബത്തിലേക്കാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ഇത് അത്ര ദൂരത്തുള്ള സ്ഥലമല്ല. അതെവിടെയാണ്? ഇവിടെ താനിഷ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. താനിഷ മൗണ്ടന് ചുറ്റുമായി താനിഷ സിറ്റിയും ഉണ്ട്. അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്. എല്ലാ പ്രമുഖ ഫാമിലിയിലെ ആളുകളും അവിടെ എത്തും. സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കുടുംബത്തിലെ ആളുകളും അവിടെ വരും, സി കുടുംബത്തിലെ ആളുകളും വരും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത് താനിഷയ്ക്കാണെന്നാണ്. ആ കടക്കാരൻ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ മാർക്കിന് ഒരു സന്തോഷമായി. ബ്ലാക്ക് കുടുംബത്തിൽ ചെന്ന് എമിലി ബ്ലാക്കിനെ കാണുന്നതിനേക്കാൾ എളുപ്പം ആ താനിഷ സിറ്റിയിൽ എമിലി എത്തുകയാണെങ്കിൽ എമിലിയെ കാണുന്നതാണ്. മാർക്ക് അത് മനസ്സിലാക്കി ആ കടക്കാരനോട് പറഞ്ഞു, അല്ല, ഞാൻ എത്ര എമൗണ്ടാ ഇപ്പോ തരേണ്ടത്? ആ കടക്കാരൻ അത് കേട്ടതും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്കിനോട് ഒരു കണക്ക് പറഞ്ഞു. മാർക്ക് അത്രയും സ്പിരിറ്റ് കോയിൻ ഉടനെ അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക് ആ ബിൽഡിങ്ങിന്റെ വാതിലിന് പുറത്ത് നിൽക്കുമ്പോൾ കടക്കാരൻ ആ പണവുമായി ബിൽഡിങ്ങിനുള്ളിലേക്ക് കടന്നു. ആ കടക്കാരൻ ഉള്ളിലേക്ക് നടക്കുന്ന കണ്ടപ്പോൾ കൗതുകം തോന്നിയ മാർക്കിന്റെ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്ത് ആ കടക്കാരനെയും ആ കൗണ്ടറിലെ ആളുകളേക്ക് ഒന്ന് സ്കാൻ ചെയ്തു. ആളുകൾ പലരും അവിടെ വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അത് മാർക്ക് കാണുന്നുണ്ട്. മാർക്ക് ആ വാതിലിലൂടെ അകത്തേക്ക് എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കൗണ്ടറിന് അടുത്തേക്ക് വന്ന കടക്കാരൻ കൗണ്ടറിലേക്ക് തിരിയാതെ പതുക്കെ വലതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ഇയാള് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇനി വലത്തോട്ട് മാറി വേറെ കൗണ്ടർ കാണുമോ? മാർക്കിന്റെ ഡിവൈനായി അയാളെ പതുക്കെ ഫോളോ ചെയ്ത് തുടങ്ങി. അങ്ങനെ തോന്നിയതും മാർക്ക് തന്നെ ഡിവൈൻ ഐയിലൂടെ ആ കടക്കാരനെ ഫോളോ ചെയ്ത് തുടങ്ങി. ആ കടക്കാരൻ വലത്തോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും മാർക്കിന്റെ ഡിവൈൻ ഐയും വലത്തോട്ട് നീങ്ങുകയാണ്. വലത്തോട്ട് നീങ്ങിയ മാർക്കിന്റെ ഡിവൈൻ ഐ മാർക്ക് മുന്നോട്ടൊന്ന് വ്യാപിപ്പിച്ചപ്പോൾ അവിടെ മാർക്ക് കാണുന്നത് വിശാലമായ ഒരു വഴിയാണ്. ശരിക്കും ആ വഴിയിലൂടെ നടന്നിറങ്ങിയാൽ മെയിൻ റോഡിലെത്താം. ആ കടക്കാരൻ അതിവേഗം മെയിൻ റോഡിന് നേരെ നടക്കുകയാണ്. അയാളുടെ നടപ്പിന്റെ വേഗത കൂടിയിട്ടുണ്ട്. അത് കണ്ടതും മാർക്കിന് കാര്യം മനസ്സിലായി. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ മുൻഭാഗത്തുകൂടി വലതുവശത്തേക്ക് തിരിച്ചു. മാർക്കിന്റെ പുറകിലായി മാർക്ക് കാണുന്ന ആ മെയിൻ റോഡ് കറങ്ങി ആ ഓഫീസിന്റെ വലതു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മാർക്ക് കണ്ട കാഴ്ചയാണ്. മിന്നൽ വേഗത്തിൽ മാർക്ക് ആ ബിൽഡിങ്ങിന്റെ മുൻവശത്ത് നിന്ന് മെയിൻ റോഡിൽ നിന്ന് ആ ബിൽഡിങ്ങിലേക്ക് കടക്കുന്ന വഴിയുടെ ഭാഗത്തെത്തി. ഈ സമയത്ത് അതിവേഗം അകത്തുനിന്ന് ഓടി പുറത്തേക്കിറങ്ങിയ ആ കക്ഷി ചെന്നുപെട്ടത് മാർക്ക് ഫെല്ലറുടെ തൊട്ടുമുന്നിലാണ്. തൊട്ടുമുന്നിൽ മാർക്കിനെ കണ്ടതും ആ കടക്കാരൻ ശരിക്കും ഞെട്ടി. മാർക്ക് അയാളുടെ കയ്യിലെങ്ങ് പിടിച്ചു. നീ എന്നെ കബളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നല്ലേ? അല്ല, നീ എനിക്ക് ഈ ഭാഗമൊന്നും അറിഞ്ഞുകൂടാന്ന് കരുതി എന്നെ കബളിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയ സ്ഥിതിക്ക് നീ അതിന്റെ നഷ്ടപരിഹാരം നൽകിയേ പറ്റൂ. ആ കടക്കാരൻ മാർക്കിനെ പിടിയുന്ന് വിടുവിക്കാനൊരു ശ്രമം നടത്തിയപ്പോൾ മാർക്ക് കൈ ഒന്ന് അയാളുടെ കഴുത്തിലേക്ക് വെച്ചു. മാർക്കിന്റെ കൈ അയാളുടെ കഴുത്തിൽ പതിച്ചപ്പോൾ തന്നെ അയാൾക്ക് മാർക്കിന്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലായി. അതോടുകൂടി അയാൾ സ്ട്രഗിൾ ചെയ്യുന്ന നിർത്തിയിട്ട് മാർക്ക് ചോദിച്ച മുഴുവൻ സ്പിരിറ്റ് കോയിനും മാർക്കിന് കൊടുത്തു. ആ സ്പിരിറ്റ് കോയിനുകളുമായി മാർക്ക് നേരെ കൗണ്ടറിലേക്ക് വന്നു. മൗണ്ട് താനിഷയിലേക്കാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞതും അതിവേഗം ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് മാർക്കിന് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. ആ ടിക്കറ്റുമായി മുന്നോട്ട് നടക്കുമ്പോൾ
മാർക്കിന് ആ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴി കൃത്യമായി കാണാം. മാർക്ക് പ്ലാറ്റ്ഫോമിന്റെ അടുത്തെത്തി. പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ആളുകൾ കയറി നിൽക്കുകയാണ്. മാർക്ക് ആ ടിക്കറ്റ് എക്സാം ചെയ്യുന്ന ആളെ കാണിച്ചതും അവര് മാർക്കിനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി. മാർക്ക് ആ പ്ലാറ്റ്ഫോമിനകത്ത് കയറി ഒരു സീറ്റിൽ ഇരുന്നതും അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരനൊന്ന് നോക്കി. ആ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ ഒരു കൗതുകം മാർക്കിനുണ്ടായി. മാർക്ക് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ മൗണ്ട് താനിഷയ്ക്കാണോ പോകുന്നത്? മൗണ്ട് താനിഷയ്ക്കാണോ എന്ന് ചോദിച്ചത് കേട്ടതും ആ ചെറുപ്പക്കാരന് ഭയങ്കര സന്തോഷം. അയാൾ മാർക്കിനോട് ചോദിച്ചു, അല്ല താങ്കൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? അല്ല, അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുകയില്ലേ, സ്വാഭാവികമായിട്ടും അവിടേക്ക് ആളുകൾ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ബ്രദറിന് ആ ഫംഗ്ഷനെ കുറിച്ചൊക്കെ അറിയാമല്ലേ? ബ്രദർ ശരിക്കും ആരാണ്? എന്റെ പേര് മാർക്ക് എന്നാണ്. ഞാൻ ഈ സി കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ്. ബ്രദറിന് സി കുടുംബവുമായി ബന്ധമുണ്ടോ? ആ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ആയി. പ്ലാറ്റ്ഫോം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ മാർക്ക് അയാളോട് കാര്യങ്ങൾ തിരക്കി. മാർക്ക് ജസ്റ്റ് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അയാൾ വാതോരാതെ അയാളുടെ കാര്യങ്ങൾ പറയുകയാണ്. അയാൾ ഒരുപാട് നാള് സ്വപ്നം കണ്ട കാര്യമാണ് സി കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കുടുംബവുമായിട്ടോ ഒരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത്. ഈ സെൻട്രൽ പ്ലെയിനിലെ എല്ലാ ആളുകളും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി അടുപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. ആ പ്രഭു കുടുംബങ്ങളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ പ്രഭു കുടുംബങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങിനെ കുറിച്ച് ആ വ്യക്തി അറിഞ്ഞത്. ആ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞതും ടിറ്റോ തോമസ് എന്ന ആ വ്യക്തി സർവ്വസന്നാഹങ്ങളും മുടക്കി അവിടേക്ക് തിരിച്ചിരിക്കുകയാണ്. ടിറ്റോ അയാളുടെ കഥ അതിവേഗം മാർക്കിനോട് പറഞ്ഞു. അത് കേട്ടതും മാർക്ക് ചിരിച്ചു. ഹേയ് ടിറ്റോ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സി കുടുംബത്തിലേക്ക് പോവാൻ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ സുഹൃത്താണ് ഷൈനോട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമായിരുന്നല്ലോ. ഹേ ബ്രദർ മാർക്ക്, ശരിക്കും ഞാൻ ഇപ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഈ സി കുടുംബത്തിൽ ഒരാളെ എങ്ങനെ പരിചയപ്പെടും എന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. മാർക്ക്, താങ്കളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. മാർക്ക്, നിങ്ങളും ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്? ഏയ് ടിറ്റോ, അതെന്ത് ചോദ്യം? ഷൈൻ എന്നെ വ്യക്തിപരമായി ക്ഷണിച്ചുകൊണ്ടല്ലേ ഞാൻ വരുന്നത്. ഷൈൻ്റെ പ്രധാന പരിപാടികളിലൊക്കെ ഞാൻ കൂടി വേണമെന്ന് ഷൈന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് പറ്റില്ല എന്ന് പറയും? മാർക്ക് തന്റെ നിസ്സഹായാവസ്ഥ ആ ടിറ്റോയുടെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോൾ ടിറ്റോയ്ക്ക് ഭയങ്കര സന്തോഷം. മാർക്ക്, ശരിക്കും നിങ്ങളൊരു സംഭവമാണ്. നിങ്ങളെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതമേ ആകെ പാഴിപ്പോയി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ പ്ലാറ്റ്ഫോം ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി. താനിഷ എന്ന് എഴുതി കാണിക്കുന്നവിടെ കണ്ടതും മാർക്കും ആ ടിറ്റോയും അവിടെ ഇറങ്ങി. ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. മാർക്ക് ടിറ്റോയുമായി പുറത്തിറങ്ങി ആ ചുറ്റുപാടും നോക്കുമ്പോൾ അവരെത്തിയിരിക്കുന്നത് ഒരു വലിയ ടൗണിലാണ്. മൗണ്ട് താനിഷയുമായി കണക്ട് ചെയ്തുകൊണ്ട് താനിഷ സിറ്റി ശരിക്കും ബിൽഡ് ആയിട്ടുണ്ട്. അങ്ങ് മുകളിലായി അവർക്ക് ആ മൗണ്ട് കാണാം. ഒരു വലിയ കൊടുമുടിയെ വെട്ടി നിരപ്പാക്കിയിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരു കാഴ്ച. ആ കൊടുമുടിയുടെ മുകളിൽ കൂറ്റൻ ബംഗ്ലാവുകളും താഴെ ടൗണിൽ നിൽക്കുമ്പോഴേ കാണാം. മാർക്ക് കൗതുകത്തോടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മറ്റന്നാളാണ് ഫംഗ്ഷൻ. എനിക്ക് ആ ഫംഗ്ഷൻ്റെ അന്ന് മാത്രമേ അവിടേക്ക് പ്രവേശനം കിട്ടൂ. മാർക്കിന് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഷൈൻ്റെ സുഹൃത്തായതുകൊണ്ട് മാർക്കിന് ഇന്നേ അവിടേക്ക് ചെല്ലാൻ പറ്റും. അത് കേട്ടതും മാർക്ക് ടിറ്റോയോട് പറഞ്ഞു, ഏയ് അത് ശരിയല്ല. ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ പ്രാവശ്യം അവിടേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി അവിടെ അങ്ങനെ തങ്ങുന്നത് ശരിയല്ല. ഞാനും നിന്റെ കൂടെ കൂടാം. അത് കേട്ടപ്പോൾ ടിറ്റോയ്ക്ക് ഭയങ്കര സന്തോഷം. മാർക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു സത്രത്തിൽ മുറിയെടുക്കാം. ഈ യാത്രക്കാർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള സൗകര്യമുള്ള അനവധി സത്രങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ ഈ ഹോളി റീജിയനിൽ ഒരുപാടുണ്ട്. വലിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ വേറെയാണ്. ഇത് യാത്ര സ്ഥിരമാക്കിയ ആളുകൾക്കുള്ള ഒരു സംവിധാനമാണ്. ടിറ്റോ മാർക്കും കൂടി സമീപത്തുള്ള ഒരു സത്രം ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷന് പ്രവേശനം കിട്ടാൻ വേണ്ടി ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങാൻ തന്നെ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. ടിറ്റോ പറഞ്ഞ വാചകം കേട്ടതും മാർക്കിന്റെ ഉള്ളിൽ ഒരു ആളലുണ്ടായി. ആ ഫംഗ്ഷനകത്ത് കടക്കണമെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡ് വേണമെന്നാണ് ടിറ്റോ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് തന്റെ ഉള്ളിലെ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് ടിറ്റോയോട് ചോദിച്ചു, ഹേയ് ടിറ്റോ, നീ ഒരു വിഡ്ഢി തന്നെ. ഇത്തരം ഫംഗ്ഷൻ പങ്കെടുക്കാൻ നീ എന്തിനാ ഇൻവിറ്റേഷൻ കാർഡൊക്കെ പണം കൊടുത്ത് വാങ്ങിച്ചത്? ഏയ് മാർക്ക്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശരിക്കും ഒരുപാട് സ്വാധീനം ചെലുത്തുകയും പണം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയത്.
അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഓക്കെ എനിക്കെന്തായാലും ഇൻവിറ്റേഷൻ കാർഡൊന്നും വേണ്ട. ഞാൻ നേരെ ചെല്ലുമ്പോൾ തന്നെ ഷൈൻ എന്നെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. ഏതായാലും നിന്റെ ഇൻവിറ്റേഷൻ കാർഡൊന്നും എടുത്ത് ഞാൻ നോക്കട്ടെ. അങ്ങനെ മാർക്ക് പറഞ്ഞതും സന്തോഷത്തോടുകൂടി ടിറ്റോ അവന്റെ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് മാർക്കിനെ കാണിച്ചു. 9 പ്രമുഖ കുടുംബങ്ങളും ചേർന്ന് ഒരു ഫംഗ്ഷൻ അവിടെ മൗണ്ട് താനിഷിൽ സംഘടിപ്പിക്കുന്നുവെന്നും ആ ഫംഗ്ഷനിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആ ഇൻവിറ്റേഷൻ കാർഡിൽ അടിച്ചിരിക്കുന്നത്. ആ കാർഡിൽ സമയവും ഡേറ്റും ഒക്കെ വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. മനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്ന ആ ഇൻവിറ്റേഷൻ കാർഡ് മാർക്ക് കൗതുകത്തോട് നോക്കി. ഇപ്പോ മാർക്കിന് ഒരു കാര്യം ഉറപ്പായി, ആ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാർക്കിന് ആ ഫംഗ്ഷനകത്തേക്ക് കടന്നു കയറാൻ പറ്റും. ആ കാര്യം ഉറപ്പായതും മാർക്ക് മനസ്സിൽ ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ്. ആ ടിറ്റോയുടെ കയ്യിലിരിക്കുന്ന കാർഡ് അടിച്ചു മാറ്റണം. ആ കാർഡ് ഉണ്ടെങ്കിൽ മാർക്കിന്റെ കാര്യം എളുപ്പമാവും. പക്ഷെ ടിറ്റോ എങ്ങനെ പറ്റിക്കും? ആ ഒരു ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിൽ ആ നിമിഷത്തിൽ കടന്നു വന്നത്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും മാർക്ക് ടിറ്റോയോട് പറഞ്ഞു, ഏയ് ടിറ്റോ, നീ ഇത് ശരിക്കും അബദ്ധമാണ് കാണിച്ചത്. നിനക്ക് ഈ കാർഡിന്റെ ആവശ്യമില്ല. ഞാൻ കൂടെ ഉള്ളപ്പോ ആരും നിന്നോട് കാർഡ് ചോദിക്കത്തില്ല. നീ എന്ത് വിലയ്ക്ക് ഇത് വാങ്ങിച്ചത്? മാർക്ക്, ഞാൻ 1,00,000 സ്പിരിറ്റ് കോയിൻ കൊടുത്ത ഈ കാർഡ് സമ്പാദിച്ചത്. 1,00,000 സ്പിരിറ്റ് കോയിനോ? ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാനുള്ള കാർഡിന് അത്രയും പണമൊക്കെ കൊടുക്കുന്ന മണ്ടത്തരമല്ലേ? ടിറ്റോ, നീ ഒരു കാര്യം ചെയ്യും, ഈ കാർഡ് ഇപ്പൊ തന്നെ ആർക്കെങ്കിലും മറിച്ച് വിൽക്കാൻ നോക്കും. കാർഡ് ആവശ്യമുള്ള ആരെങ്കിലും ഒക്കെ എന്തായാലും ഈ ടൗണിൽ കാണും. ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ കാർഡ് കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. മാർക്ക്, അത് എങ്ങനെ ശരിയാകും? എനിക്ക് ഈ കാർഡ് ഉണ്ടെങ്കിലേ അകത്ത് കയറാൻ പറ്റൂ. ടിറ്റോ, നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഞാൻ കാർഡൊന്നും ഇല്ലാതല്ലേ നിൽക്കുന്നത്. എനിക്ക് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെ കൂടി അകത്ത് കയറ്റാൻ പറ്റും. അതിൽ ഒരു സംശയം വേണ്ട. നീ എന്നെ വിശ്വസിക്കേ. വെറുതെ പണം കളയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ഈ കാർഡ് ടൗണിലേക്ക് കൊണ്ടുപോയി ആർക്കെങ്കിലും വിൽക്ക്. ടിറ്റോയ്ക്ക് അത് കേട്ടിട്ടും ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷെ മാർക്ക് അവനെ നിർബന്ധിച്ചു തുടങ്ങിയപ്പോൾ അവസാനം അവൻ മനസ്സോടെ അത് വിൽക്കാം എന്ന് തീരുമാനിച്ചു. മാർക്കിനോട് ആ സത്രത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അവൻ ആ കാർഡുമായി സമീപത്തുള്ള ടൗണിലേക്ക് നടന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങിയതും മാർക്കിന്റെ ആ നിലവറയ്ക്കുള്ളിൽ നിന്ന് ഒരു കറുത്ത വസ്ത്രമെടുത്ത് ദേഹത്തെ കെട്ടു. മാർക്ക് ആ കറുത്ത ഡ്രസ്സ് തലയ്ക്ക് മുകളിലേക്ക് പൊക്കി വെച്ചു. ഒരു ഹുഡി ടൈപ്പ് വസ്ത്രമാണ് മാർക്കിന്റെ ഇപ്പോഴത്തെ വസ്ത്രം. അതിനുശേഷം ഒരു ഗ്ലാസും കൂടി കണ്ണിൽ ഫിറ്റ് ചെയ്ത മാർക്ക് നിലവറയിൽ നിന്ന് പുറത്തെടുത്ത കണ്ണാടിയിലേക്ക് തന്നെ നോക്കി. ആ വേഷത്തിൽ മാർക്കിനെ കാണുന്ന ഒരാള് അത് മാർക്കാണെന്ന് പറയില്ല. മാർക്ക് പണ്ട് പൈറോയിൽ ഈ കറുത്ത ഡ്രസ്സ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കബളിപ്പിക്കാൻ വരെ മാർക്കിന് ആ കറുത്ത ഡ്രസ്സ് ഉപയോഗപ്പെട്ടതാണ്. ആ കറുത്ത ഡ്രസ്സ് വീണ്ടും മാർക്കൊന്ന് ഉപയോഗിക്കുകയാണ്. ആ കറുത്ത ഡ്രസ്സ് എടുത്തണിഞ്ഞ മാർക്കിന്റെ ഡിവൈൻ ഐയിലൂടെ ശരിക്കും ടിറ്റോയെ ഫോളോ ചെയ്യുകയാണ്. ടിറ്റോ ടൗണിനടുത്ത് എത്താറായി. മാർക്ക് ഉടൻ തന്നെ ആ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം ടൗണിലെത്തി. ടൗണിൽ ആ കാർഡുമായി എത്തിയ ടിറ്റോ ആ കാർഡ് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കണ്ടേ? ആരോട് ചോദിക്കും? ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളെ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ടിറ്റോ നിൽക്കുന്ന ആ നിമിഷത്തിലാണ് ഒരു കറുത്ത വേഷധാരി അയാളുടെ തൊട്ടു മുന്നിലെത്തിയത്. ഏതാണ്ട് മുഖത്തിന്റെ നല്ലൊരു ഭാഗം കവർ ചെയ്യുന്ന ഗ്ലാസ് വെച്ചിരിക്കുന്ന ആള് ടിറ്റോയോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡ് നിങ്ങൾ വിൽക്കാൻ പോവുകയാണ്? ടിറ്റോയുടെ കയ്യിലിരിക്കുന്ന കാർഡിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ കറുത്ത വേഷധാരി ചോദിച്ചത്. മാർക്ക് ശബ്ദം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടാണ് ആ ശൈലിയിൽ ആ ചോദ്യം ടിറ്റോയോട് ചോദിക്കുന്നത്. ചോദ്യം കേട്ടത് ടിറ്റോ പറഞ്ഞു, അതെ ഞാനിത് വിൽക്കാൻ വരി. അതെ ഞാനിത് വിൽക്കാൻ കൊണ്ടുവന്നതാണ്. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില 1,00,000 സ്പിരിറ്റ് കോയിൻ ആണ്. അയാൾ വാങ്ങിച്ച അതേ വിലയ്ക്ക് ആ കാർഡ് അയാൾ വിൽക്കാൻ പോവുകയാണ്. അത് കേട്ടതും ആ കറുത്ത വേഷധാരി ആ കാർഡ് കയ്യിൽ വാങ്ങിച്ചു. അയാളെ കാർഡിലേക്ക് നോക്കിയിട്ട് ഉടൻ തന്നെ 2,00,000 സ്പിരിറ്റ് കോയിൻ എടുത്ത് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. 1,00,000 സ്പിരിറ്റ് കോയിന് പകരം 2,00,000 സ്പിരിറ്റ് കോയിൻ തന്റെ കയ്യിലേക്ക് വന്നപ്പോ ടിറ്റോ അമ്പരപ്പോടെ ആ സ്പിരിറ്റ് കോയിനിലേക്കും ആ കാർഡ് പിടിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രധാരിയിലേക്ക് നോക്കി. ആ കറുത്ത വസ്ത്രധാരി ടിറ്റോയോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ഞെട്ടുന്നു വേണ്ട. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ കാർഡ്. അതുകൊണ്ട് ഞാൻ ഈ പണം നിങ്ങൾക്ക് നൽകിയത്. ആ കറുത്ത വേഷധാരി പറഞ്ഞത് കേട്ടതും ടിറ്റോ അയാളോട് പറഞ്ഞു, എനിക്ക് ഇത്രയും പണം വേണ്ട. ഞാൻ യഥാർത്ഥത്തിൽ 1,00,000 സ്പിരിറ്റ് കോയിനെ മുടക്കിയിട്ടുള്ളൂ. അത് മാത്രം എനിക്ക് മതി. സാരമില്ലെന്ന്, എന്റെ സന്തോഷമാണ് ആ കോയിൻ. അത് തിരിച്ചു തന്നാൽ എനിക്ക് വിഷമമാവും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അതിവേഗം ടിറ്റോയുടെ അടുത്തുനിന്ന് നടന്നു മാറി. ടിറ്റോയുടെ അടുത്തുനിന്ന് നടന്നു മാറിയ മാർക്ക് ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ഉടൻ തന്നെ സത്രത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. സത്രത്തിൽ മടങ്ങിയെത്തിയ മാർക്കിന്റെ വേഷമൊക്കെ മാറ്റിവെച്ച് പഴയ വേഷത്തിലേക്ക് എത്തി. ആ കാർഡും ഇതിനിടയിൽ മാർക്ക് ഒളിപ്പിക്കുകയും ചെയ്തു. മാർക്ക് അവിടെ വെറുതെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സന്തോഷത്തോടുകൂടി ടിറ്റോ അവിടേക്ക് വന്നത്. മാർക്കിനെ കണ്ടതും ടിറ്റോ സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു,
ആ കാർഡ് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയ ആ നിമിഷത്തിൽ തന്നെ വിറ്റുപോയി. അതെയോ? അത്ര വേഗം വിറ്റുപോയോ? അതേ മാർക്ക്, ആ കാർഡിന് വേണ്ടി ഒരാൾ 2 ലക്ഷം സ്പിരിറ്റ് കോയിനാണ് എനിക്ക് നൽകിയത്. മാർക്ക്, ആ 1 ലക്ഷം സ്പിരിറ്റ് കോയിൻ യഥാർത്ഥത്തിൽ എൻ്റെതല്ല. മാർക്ക് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ആ സ്പിരിറ്റ് കോയിൻ കൊടുത്തത്. ഇതാ ഈ 1 ലക്ഷം മാർക്ക് വെച്ചു. ടിറ്റോ തനിക്ക് കിട്ടിയ 2 ലക്ഷം സ്പിരിറ്റ് കോയിനിൽ നിന്ന് 1 ലക്ഷം മാർക്കിന് കൊടുക്കാൻ തുനിഞ്ഞതും മാർക്ക് തടുത്തു. ഏയ് ടിറ്റോ, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്പിരിറ്റ് കോയിൻ ഉണ്ട്. ഇത് നിന്റെ സാധനം വിറ്റ് നീ നേടിയതല്ലേ, നിനക്ക് അർഹതപ്പെട്ട പണമാണത്, അതെനിക്ക് വേണ്ട. ഏയ് മാർക്ക്, അങ്ങനെയല്ല. ഈ ആശയം എന്നോട് പറഞ്ഞത് നീയല്ലേ, അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ പകുതിക്ക് നീ അർഹനാണ്. ശരിക്കും ഇത് മുഴുവൻ നിനക്ക് തരേണ്ടതാണ്. കാരണം നീ എന്നെ ഫ്രീ ആയിട്ട് ആ ഫംഗ്ഷൻ പങ്കെടുപ്പിക്കുകയല്ലേ. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ, തൽക്കാലം നീ ഇത് സൂക്ഷിക്കുക, എനിക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമില്ല. മാർക്ക് സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ ടിറ്റോ അവസരം അങ്ങ് വഴങ്ങി. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം പകലും രാത്രിയും മാർക്കിന്റെ ചിന്ത മുഴുവൻ ആ ടിറ്റോയെ കുറിച്ചാണ്. ടിറ്റോയെ കബളിപ്പിച്ച് മാർക്ക് ആ ഇൻവിറ്റേഷൻ കാർഡ് കൈക്കലാക്കിയിരിക്കുകയാണ്. ടിറ്റോ അറിയാതെ അവിടുന്ന് മുങ്ങിയാലോ എന്ന് പലതവണ മാർക്ക് ആലോചിച്ചു. പക്ഷെ മാർക്കിന് മുങ്ങാനൊരു മടി. എന്തായാലും നേരം വെളുത്തപ്പോൾ മാർക്കും ടിറ്റോയും കൂടി ആ ഫംഗ്ഷൻ നടക്കുന്ന മലയുടെ ഭാഗത്തേക്ക് നടന്നു. വളരെ വിപുലമായ സംവിധാനങ്ങളാണ് അവിടെ ആ മലയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും മലയുടെ മുകളിലേക്ക് കടന്നു കയറി പോകാനായി അനവധി പടിക്കെട്ടുകളുണ്ട്. മാർക്കും ടിറ്റോയും കൂടി ആ പടിക്കെട്ടിൽ കൂടി പതുക്കെ നടന്നു തുടങ്ങി. ആ പടിക്കെട്ടിൽ കൂടി മുകളിലേക്ക് നടക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ എനർജി കൂടിക്കൂടി വരുന്നത് മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മലയുടെ മുകളിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് താഴെ എത്തിയപ്പോഴേ മാർക്കിന് തോന്നി. പൊതുവേ ഈ ഹെവൻലി മേഖലയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം കൂടുതലാണ്. അതിൻ്റെ അളവ് ആ മലയുടെ മുകളിലേക്ക് കയറും തോറും കൂടി വരികയാണ്. അത് മനോഹരമായി ആ മല അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മനോഹരമായ പടിക്കെട്ടുകളാണ് അവിടെ ആ മലയ്ക്ക് മുകളിലേക്ക് കടക്കാനായി ഒരുക്കിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലറും ടിറ്റോയും അങ്ങനെ നടന്നു പോകുമ്പോൾ വേറെ ആളുകൾ ആ പടിക്കെട്ട് കയറി മുകളിലേക്ക് പോകുന്നത് മാർക്ക് കാണുന്നുണ്ട്. ചില ആളുകൾ ആകാശത്തൂടെ വാഹനങ്ങളിലാണ് വരുന്നത്. ശരിക്കും ഒരു തിരക്ക് അവിടെ ഉണ്ട്. ടിറ്റോ വല്ലാത്ത സന്തോഷത്തിലാണ്. ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഈ സി കുടുംബവുമായും അല്ലെങ്കിൽ ബ്ലാക്ക് കുടുംബവുമായും ഒരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത്. അവരെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ എന്തൊരു ഭാഗ്യമാണ്. ഞാൻ അറിഞ്ഞത് ബ്ലാക്ക് കുടുംബത്തിൻ്റെ പ്രിൻസസും അതുപോലെ സി കുടുംബത്തിൻ്റെ യങ് മാസ്റ്ററും ഒക്കെ ഇന്ന് ഇവിടെ എത്തുന്നതാണ്. സി കുടുംബത്തിന്റെ യങ് മാസ്റ്റർ സി ഷൈൻ യുവാക്കൾക്കൊക്കെ ഒരു ഹരമാണെന്ന് അവൻ്റെ ആ സംഭാഷണം വിളിച്ചു പറയുകയാണ്. അതേപോലെ ഹരമാണ് സാക്ഷൽ എമിലി ബ്ലാക്ക്. എമിലി ബ്ലാക്കിനെയാണോ അവൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മാർക്കിന് അറിയില്ല. മാർക്ക് അതുകൊണ്ട് അവനോട് ചോദിച്ചു, ഈ ബ്ലാക്ക് കുടുംബത്തിലെ പ്രിൻസസ് എന്ന് പറഞ്ഞത് നീ ആരെയാണ്? ഏയ് മാർക്ക്, ബ്ലാക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രിൻസസ് ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സെൻസേഷനായ സാക്ഷൽ എമിലി ബ്ലാക്കാണ്. എമിലി ബ്ലാക്കിനെ കാണാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അതെ, മാർക്കിനും ആഗ്രഹം അത് മാത്രമാണ്, എമിലിയെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞപ്പോൾ മാർക്ക് പറഞ്ഞു, അത് ടിറ്റോ, ആർക്കാ എമിലിയെ കാണാൻ ആഗ്രഹമില്ലാത്ത? അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും അവര് സ്റ്റെപ്പിന്റെ മുകൾ ഭാഗത്തെത്തി. അവിടെ 2 ആളുകൾ നിൽപ്പുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവര് റിവേർഷൻ ഓയിൽ സ്റ്റേജിലെ യോദ്ധാക്കളാണെന്ന്. അവരാണ് ആളുകളെ പരിശോധിക്കുന്നത്. അവിടെ എത്തുന്ന ആളുകളൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് അവരെ കാണിക്കുന്നുണ്ട്. ആ ഇൻവിറ്റേഷൻ കാർഡ് ഒന്ന് നോക്കിയതിനു ശേഷം കടന്നു വരുന്ന ആളുകളെ അവർ കയറ്റി വിടുകയാണ്. ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ച് അകത്തേക്ക് കയറുന്ന ആളുകളെ കണ്ടപ്പോൾ ടിറ്റോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി. ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ അകത്തേക്ക് കടക്കാനും ആളുകൾക്ക് കഴിയുമെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത അവന്റെ മുഖത്ത് ആ പുഞ്ചിരിയിലുണ്ട്. അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അകത്തേക്ക് കടന്നതും മാർക്കും ടിറ്റോയും അവിടെ എത്തി. മാർക്ക് കോട്ടിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് കാവൽ നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തു. ആള് ആ കാർഡൊന്ന് നോക്കിയിട്ട് മാർക്കിനെ അകത്തേക്ക് വിട്ടു. ശരിക്കും മാർക്ക് ആ കാർഡ് എടുത്ത് നീട്ടിയ നിമിഷത്ത് തന്നെ സാക്ഷാൽ ടിറ്റോ ഞെട്ടി തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവനൊരു പിടിയില്ല. മാർക്ക് അകത്തേക്ക് കടന്നതും അവൻ മാർക്കിനൊപ്പം അകത്തേക്ക് അടക്കാൻ പോയതും ആ കാവൽക്കാർ അവനെ തടഞ്ഞു. അവന്റെ മുന്നിലായി കൈ തടഞ്ഞു പിടിച്ചുകൊണ്ട് ആ കാവൽക്കാരൻ അവനോട് ചോദിച്ചു, ഇൻവിറ്റേഷൻ കാർഡ് ഇവിടെ? അല്ല, എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് വേണ്ടാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആ മാർക്ക് പറഞ്ഞു. അങ്ങനെ മാർക്കിനെ ചൂണ്ടി അവൻ പറഞ്ഞതും ആ കാവൽക്കാർ 2 പേരും മാർക്കിനൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവനോ
ഇവൻ നിന്നോട് പറഞ്ഞോ ഇൻവിറ്റേഷൻ കാർഡ് വേണ്ടെന്ന്? അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. സുഹൃത്തെ, ക്ഷമിക്കണം, എനിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. എനിക്ക് അകത്തേക്ക് പോകാൻ ഇൻവിറ്റേഷൻ കാർഡ് വേണമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് കൂളായി അകത്തേക്ക് നടന്നു. ശരിക്കും ടിറ്റോ ഒന്നും പറയാനാകാതെ അവിടെ അങ്ങനെ നിന്നുപോവുകയാണ്. അവന് ശരിക്കും എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടില്ല. അവന്റെ കയ്യിലിരുന്ന ഇൻവിറ്റേഷൻ കാർഡ് മാർക്ക് പറഞ്ഞിട്ട് അവൻ വിറ്റത്. പക്ഷെ ഇതാ മാർക്ക് ഇൻവിറ്റേഷൻ കാർഡുമായി അകത്തേക്ക് കടക്കുകയാണ്. തന്നെ കൊണ്ട് എന്തിനാ മാർക്ക് ഇൻവിറ്റേഷൻ കാർഡ് വിൽപ്പിച്ചത്? തന്നെ കൊണ്ട് എന്തിനാ മാർക്ക് ആ ഇൻവിറ്റേഷൻ കാർഡ് വിൽപ്പന നടത്തിച്ചത്? ആ ഒരു ചോദ്യം ടിറ്റോയുടെ മനസ്സിലുണ്ട്. ടിറ്റോയുടെ മനസ്സിൽ ആ സംശയം എന്നതും പെട്ടെന്ന് ടിറ്റോയ്ക്ക് മറ്റു സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ടിറ്റോയുടെ കയ്യിൽ നിന്ന് ആ കാർഡ് വാങ്ങിച്ച കറുത്ത വേഷധാരിയുടെ പൊക്കവും മാർക്കിന്റെ പൊക്കവും ഒരുപോലെയാണ്. അത് മാത്രമല്ല രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജും ഏതാണ്ട് ഒരുപോലെയാണ്. മാർക്ക് തന്നെ കബളിപ്പിച്ച് ആ കറുത്ത വസ്ത്രത്തിൽ വന്ന് ആ കാർഡ് അടിച്ചു മാറ്റിയതാണോ? അങ്ങനെ ഒരു ചിന്ത ടിറ്റോയുടെ മനസ്സിലേക്ക് വന്നതും ടിറ്റോ അവിടെ നിന്ന് ഉറക്കെ മാർക്കിനെ വിളിച്ചു. എടാ തെമ്മാടി, നീ എന്നെ പറ്റിച്ചോലേ, കബളിപ്പിച്ചോലേ, നീ ഇങ്ങനെ ഇറങ്ങി പാടാ, നിന്നെ ഞാൻ നോക്കി നിൽക്കുകയാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല. വായി തോന്നിയതൊക്കെ ടിറ്റോ ഇങ്ങനെ വിളിച്ചു പറയപ്പോ എന്താണ് സംഭവിച്ചെന്നറിയാതെ ആ രണ്ട് കാവൽക്കാരും അകത്തേക്ക് പോകുന്ന മാർക്കിനെയും പുറത്തു നിൽക്കുന്ന ടിറ്റോ നോക്കുകയാണ്. ഇതിനിടയിൽ വേറെ ആളുകൾ വന്നതുകൊണ്ട് അവരുടെ കാർഡ് പരിശോധിക്കുന്ന ജോലിയിലേക്ക് ആ കാവൽക്കാർ വേഗം മടങ്ങുകയും ചെയ്തു. ടിറ്റോ ആകെ നിരാശനായി. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ വിശാലമായ മലയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. 2-3 ഫുട്ബോൾ കോർട്ടുകളുടെ അത്രയും വലിപ്പത്തിൽ ആ മലയുടെ മുകൾ ഭാഗം നിരപ്പാക്കിയിരിക്കുകയാണ്. അനവധി ടേബിളുകൾ ആ മലയുടെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ടേബിളുകളിൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. മാർക്ക് ആ ടേബിൾക്ക് അടുത്തൂടെ നടക്കുമ്പോൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകൾ പല ടേബിളുകളുടെയും അടുത്ത് ഇരുന്നു തുടങ്ങിയതും മാർക്ക് കണ്ടു. ഒടിഞ്ഞു കിടന്ന ഒരു ടേബിളിനടുത്ത് മാർക്ക് എത്തി. വളരെയേറെ രുചികരമായ അതിവിശിഷ്ടങ്ങളായ അനവധി വിഭവങ്ങൾ ആ ടേബിളിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. മാർക്ക് വേറൊന്നും ആലോചിക്കാതെ ഒരു കസേരയിലേക്ക് ഇരുന്ന് അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒന്നൊന്നായി കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ മാർക്ക് കണ്ട ഭക്ഷണമൊക്കെ മാർക്ക് ആദ്യമായി കാണുന്നതുമാണ്. അടിപൊളി ഭക്ഷണ വിഭവങ്ങളാണ്. മാർക്ക് ഒന്നും വേസ്റ്റ് ആക്കണ്ട എന്ന തീരുമാനത്തിലാണ്. ഈ സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ ടേബിളുകളുടെ അടുത്തേക്ക് ഇരിക്കുകയും ചെയ്യണം. ആ വരുന്ന ആളുകളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് മാർക്ക് ഭക്ഷണം കഴിക്കുന്നത്. വരുന്ന ആളുകളുടെ ഔന്നിത്യം കൂടുന്നതനുസരിച്ച് അവിടെ ലഭിക്കുന്ന സ്വീകരണത്തിലും മാറ്റമുണ്ട്. ആളുകൾ അവരെ അഭിസംബോധന ചെയ്യുന്നതിലും മാറ്റമുണ്ട്. പ്രമുഖ കുടുംബങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കിന് ആരെയും അറിയാത്തത് കൊണ്ട് അവരുടെ ആ ഔന്നത്യത്തിന്റെ അളവും മാർക്കിന് അറിയത്തില്ല. വന്ന ആള് ലേശ അപ്പർ ലെവലിലാണെന്ന് മറ്റുള്ളവരുടെ പെരുമാറ്റം വഴി മാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും സെൻട്രൽ പ്ലെയിനിലെ മാർക്കിന്റെ ആദ്യത്തെ വരവാണ്. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ മാർക്കിന് അവിടെ നിന്ന് മടങ്ങി പോവുകയും വേണം. മാർക്ക് ഭക്ഷണം കഴിച്ചു തീർന്നതും അവിടെ നിന്ന് എണീറ്റ് കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് നടന്ന മാർക്ക് അതിലൊരാള് പറയുന്ന വാചകം കേട്ടു. നമ്മുടെ യങ്സ്റ്റേഴ്സിനിടയിൽ ഏറ്റവും ശക്തൻ യങ് മാസ്റ്റർ സി ഷൈൻ തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും പറ്റത്തില്ല. ആ ചെറുപ്പക്കാരുടെ അടുത്തുകൂടി മുന്നോട്ട് നടക്കുന്ന മാർക്ക് അത് കേട്ടതും അവിടെ അങ്ങ് നിന്നുപോയി. മാർക്കിന്റെ എതിരാളിയാകേണ്ട വ്യക്തിയാണല്ലോ ഈ സി ഷൈൻ. ആ സി ഷൈനെ കുറിച്ചുള്ള വാചകം അതുകൊണ്ട് തന്നെ മാർക്കിനെ അവിടെ പിടിച്ചു നിർത്തിയതാണ്. മാർക്ക് അവിടെ നിൽക്കുമ്പോൾ വേറൊരാള് അതിന് അനുബന്ധ കമന്റ് നടത്തി. മാർക്ക് അവിടെ അങ്ങനെ നിന്നതും മറ്റൊരാളുടെ കമന്റ് മാർക്ക് കേട്ടു. അതെ അതെ, നമ്മുടെ ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ കമ്പയർ ചെയ്താൽ സി ഷൈനെ പോലെ ഇത്ര വേഗം വളർച്ച നേടിയ ഒരാളും ഇതിനു മുമ്പ് എന്റെ അറിവിലോ ഈ സെൻട്രൽ പ്ലെയിന്റെ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല. അതെ അതെ, 40-ാം വയസ്സിൽ റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും അസംഭവ്യമാണ്. ആ ഡയലോഗ് മാർക്കിനെ ശരിക്കും ഞെട്ടിച്ചു. മാർക്കിനോട് ശ്രീറാം പറഞ്ഞിരിക്കുന്നത് ഒരു 300 വയസ്സെങ്കിലും ആയാലേ ഒരാൾക്ക് റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ്. ഇവിടെ ഇതാ എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ കയോട്ടിക് ബോഡിക്കാരൻ സി ഷൈൻ 40-ാമത്തെ വയസ്സിൽ റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. അതൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത മാത്രമല്ല, അമ്പരപ്പിക്കുന്ന വാർത്തയുമാണ്. മാർക്കിന് ആ വാർത്ത തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത്. മാർക്കിന് അവരോട് കൂടുതൽ വിശേഷം ചോദിക്കാനും പറ്റില്ല. മാർക്ക് അവരുടെ അടുത്തായി നിൽക്കുമ്പോൾ മറ്റു ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് യങ് മാസ്റ്റർ ഷൈൻ റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയല്ല, അതിൽ ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോ ഷൈൻ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. എനിക്ക് തോന്നുന്നു അധികം നാൾ കഴിയുമ്പോൾ പീക്ക് ലെവൽ റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് ഷൈൻ എത്തുന്നതാണ്. അങ്ങനെ എത്തിയാൽ ഷൈൻ അതിവേഗം ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്യും. ഷൈൻ ട്രൂ സെയിന്റ് ആകാനുള്ള യാത്രയിലേക്കാണ്. ആ വാർത്തയോടെ കേട്ടപ്പോൾ
മാർക്കിന് ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. മാർക്കിന്റെ എതിരാളി ശക്തനായി മാറുന്നത് എങ്ങനെയാ മാർക്കിന് സഹിക്കാൻ പറ്റുക? മാർക്ക് ആ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനവധി വാഹനങ്ങൾ ആകാശത്തു നിന്ന് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. സ്പേസ് ഷിപ്പുകൾ ഇഷ്ടംപോലെ സെൻട്രൽ പ്ലെയിനിൽ ഉണ്ടെന്ന് അവിടെ ഇറങ്ങുന്ന ആ വാഹനങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാവും. എല്ലാ പ്രമുഖ കുടുംബങ്ങളെയും റെപ്രസെന്റ് ചെയ്ത് ആളുകൾ അവിടെ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഷിപ്പുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. മാർക്ക് ആ വരുന്ന സ്പേസ് ഷിപ്പുകളെയും ആ ചെറുപ്പക്കാരുടെ സംഭാഷണത്തെയും ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂറ്റൻ സ്പേസ് ഷിപ്പ് അവിടേക്ക് വരുന്നത് സകല ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഷിപ്പ് കണ്ടതും ചെറുപ്പക്കാരിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, അത് ബ്ലാക്ക് കുടുംബത്തിന്റെ ഷിപ്പാണ്. ബ്ലാക്ക് കുടുംബം എന്ന് കേട്ടതും മാർക്ക് ഫെല്ലറും ആകാശത്തേക്ക് അറിയാതെ നോക്കിപ്പോവുകയാണ്. അതിമനോഹരമായ ഒരു സ്പേസ് ഷിപ്പാണ് ആ സമയത്ത് മാർക്ക് ആകാശത്ത് കണ്ടത്. ആ സ്പേസ് ഷിപ്പിനെ വലിച്ചുകൊണ്ട് പറക്കുന്നത് കൂറ്റൻ ബീസ്റ്റുകളാണ്. അതിമനോഹരമായ ആ സ്പേസ് ഷിപ്പിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ശൈലിയിൽ വളരെ വ്യക്തമായി ബ്ലാക്ക് കുടുംബത്തിന്റെ എംബ്ലവും ബ്ലാക്ക് കുടുംബത്തിന്റെ പേരുമുണ്ട്. ആകാശത്ത് ആ കപ്പൽ കാണുമ്പോൾ തന്നെ താഴേക്കുന്ന ആളുകൾക്ക് ആ പേര് വായിക്കാൻ പറ്റും. അത്ര വലിപ്പത്തിലാണ് ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. മാർക്ക് ആകാശത്ത് കാണുന്ന ആ കപ്പലിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ കപ്പൽ സാവധാനം താഴ്ന്നു വരികയാണ്. അത് ആ മലയുടെ മുകളിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ കപ്പൽ ലാൻഡ് ചെയ്യാനായി താഴ്ന്നു വരുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ശരിക്കും അങ്ങ് വിടർന്നു. അതിൽ മുഖം മറച്ച ഒരു അതിസുന്ദരിയെ മാർക്ക് കണ്ടു. ആ സുന്ദരിയുടെ മുഖത്തുകൂടി ഒരു തുണി അങ്ങനെ കിടക്കുകയാണ്. ഒരു മറ അവരുടെ മുന്നിലുണ്ട്. ആ സുന്ദരിയെ താഴെ നിൽക്കുന്ന സകല ആളുകൾക്കും കാണാം. അത് കണ്ടതും ആ ചെറുപ്പക്കാർ ഉറക്കെ പറഞ്ഞു, അത് പ്രിൻസസ് എമിലി ബ്ലാക്ക് ആണ്. എമിലി ബ്ലാക്കും ഇന്നിവിടെ എത്തുകയാണ്. പ്രിൻസസ് എമിലി ബ്ലാക്ക് എന്ന് സകല മേഖലയിൽ നിന്നും സംഭാഷണം ഉണ്ടാകുമ്പോൾ ആ കപ്പൽ അതിന്റെ ലാൻഡിംഗ് പ്ലേസിൽ ലാൻഡ് ചെയ്തു. ആ കപ്പൽ ലാൻഡ് ചെയ്ത നിമിഷത്തിൽ മാർക്ക് വല്ലാത്തൊരു വെപ്രാളത്തോടെയും ഞെട്ടലോടെയും ആ കപ്പലിൽ നിന്ന് ഭാഗത്തേക്ക് നോക്കി. ആ കൂറ്റൻ കപ്പലിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ലേശം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ തൊട്ടുപുറകെ ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങി. ആ സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ മാർക്കിന് അത് എമിലിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ എമിലിയുടെ മുഖത്ത് ഒരു മറ ഉണ്ട്. എമിലി ആ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി തറയിൽ കാൽ വെച്ച ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എണീറ്റ് അവരുടെ ആ ബഹുമാനം എമിലിയോട് കാണിക്കുകയും ചെയ്തു. ചെറുപ്പക്കാർക്കൊക്കെ വല്ലാത്തൊരു ആവേശം. ഒരുപാട് സുന്ദരികളും ഒരുപാട് സുന്ദരന്മാരും ആ മലയുടെ മുകളിലുണ്ട്. അവരൊക്കെ എമിലി കണ്ട് അവരുടെ പരിചയം പ്രകടിപ്പിക്കുകയാണ്. എമിലി അവൾ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് പ്രധാന സ്റ്റേജിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ അവൾ നടന്നു വരുമ്പോൾ ആ വഴി മാർക്കും ആ ചെറുപ്പക്കാരൻ നിൽക്കുന്ന അതിന് സമീപത്തൂടിയാണ് കടന്നു പോകുന്നത്. എമിലിയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന മാർക്കിന് പെട്ടെന്നാണ് ആ കാര്യം ബോധ്യമായത്. അവർ നിൽക്കുന്നതിനെ സമീപത്തു കൂടിയാണ് എമിലി ബ്ലാക്ക് കടന്നു പോകുന്നത്. എമിലിക്ക് ഏത് സാഹചര്യത്തിലും മാർക്കിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എമിലി ഇപ്പോൾ തന്നെ കണ്ടാൽ സ്വാഭാവികമായിട്ടും പരിചയം കാണിക്കും. അത് തനിക്കും എമിലിക്കും ഒരുപോലെ അപകടമുണ്ടാക്കുമെന്നുള്ള ഒരു ഫീല് പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്ക് എമിലി നടന്നു വരുന്ന കണ്ടതും സാവധാനം ഒന്ന് തിരിഞ്ഞു. സകല ആളുകളും എമിലി ബ്ലാക്കിനെ കണ്ട് കൈ ഉയർത്തി അവരുടെ പ്രസൻസ് എമിലിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും തിരിഞ്ഞു നിൽക്കുകയാണ്. മുഖത്ത് മറയുണ്ടെങ്കിലും നടന്നു പോകുന്ന എമിലി ബ്ലാക്ക് ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവൾ നടന്ന് ആ ചെറുപ്പക്കാരുടെ ഭാഗത്ത് എത്തിയപ്പോൾ ശരിക്കും എമിലിക്ക് പരിചയമുള്ള ഒരു ഓറയുടെ സാന്നിധ്യം എമിലി തിരിച്ചറിയുകയാണ്. അവളുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവളെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയിലേക്ക് പതിയുകയും ചെയ്തു. അവളെ മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ തിരിഞ്ഞു നിൽക്കുന്ന ആളിനെ ബോഡി സ്കാൻ ചെയ്യുകയാണ്. നല്ല പരിചയമുള്ള ഒരു ബാഗ്, അങ്ങനെ ഒരു തോന്നൽ ആ നിമിഷത്തിൽ എമിലിക്ക് തോന്നുകയും ചെയ്തു. പക്ഷേ എമിലിയും കൂട്ടരും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എമിലി നടന്ന് സ്റ്റേജിന് സമീപം എത്തിയതും സംഘാടകർ എമിലിയെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അത് കണ്ടതും എമിലി അവരോട് പറഞ്ഞു, വേണ്ട, ഞാനിവിടെ താഴെ ഇരിക്കാം. എമിലി താഴെയുള്ള ഒരു ടേബിളിന് സമീപത്തായിരുന്നു. എമിലിയുടെ ഓപ്പോസിറ്റായി എമിലിക്കൊപ്പം വന്ന ആളും ഇരുന്നു. അതിവിശാലമായ ഒരു ടേബിളിലാണ് എമിലിയും ആ മനുഷ്യൻ ഇരിക്കുന്നത്. അതിവിശാലമായ ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് എമിലിയും ആ മനുഷ്യൻ ഇരിക്കുന്നത്. മാർക്ക് ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുകയാണ്. മാർക്കിനും എമിലിയുടെ ഓറ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എമിലി തന്നിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് മാറിയെന്ന് ഒരു മെന്റൽ കാൽക്കുലേഷൻ നടത്തിയ മാർക്ക് സാവധാനം
കൺകോണുകളിലൂടെ ചുറ്റും നോക്കി. എമിലി കടന്നുപോയിരിക്കുന്നു. ആ കാര്യം ഉറപ്പായതും മാർക്ക് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ശരിക്കും മാർക്ക് അവിടെ എത്തിയത് എമിലിയെ കാണാനാണ്. പക്ഷെ എമിലിയെ കാണാൻ വേണ്ടി അവിടെ എത്തിയ മാർക്ക് എമിലിയെ കണ്ടപ്പോൾ കാണാത്ത ഭാവത്തിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് അങ്ങനെ തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം സാക്ഷാൽ സി ഷൈനാണ്. സി ഷൈന്റെ ശക്തിയെക്കുറിച്ച് ആ ചെറുപ്പക്കാർ പറയുന്ന വാചകങ്ങൾ മാർക്കിനെ തെല്ലുന്നുമല്ല അസ്വസ്ഥനാക്കിയത്. മാർക്കിനും ഇപ്പൊ അതറിയാം. മാർക്ക് ആ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് ഇത്രയും ദൂരം എത്തിയത് എമിലിയെ കാണാനും അവളോട് സംസാരിക്കാനുമാണ്. പക്ഷെ സംസാരിക്കാൻ ഇപ്പോ മാർക്കിന് ഒരു മടി. താനിനി നിൽക്കണമോ പോണോ എന്ന് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വീണ്ടും ഒരു കൂറ്റൻ വാഹനം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതും മാർക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ ഉറക്കെ പറയുകയാണ്, എമാസ് സി ഷൈന വരുന്നത്. സി കുടുംബത്തിന്റെ ആ കൂറ്റൻ വാഹനം അല്പസമയത്തിനകം അവിടെ ലാൻഡ് ചെയ്തു. അതിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. അയാൾക്കൊപ്പം ഒത്തിരി ബോഡി ഗാർഡുകളുമുണ്ട്. അയാള് മുന്നോട്ട് നടന്നു വരുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും ആ കാഴ്ച കണ്ട് അതിലങ്ങ് ലയിച്ചു പോവുകയാണ്. ശരിക്കും സിനിമാ താരങ്ങളെ ഒരുപാട് ദൂരം പുറകോട്ട് തള്ളാൻ കപ്പാസിറ്റിയുള്ള സൗന്ദര്യത്തിന് ഉടമയാണ് സി ഷൈൻ. അതീവ സുന്ദരൻ, അതിശക്തൻ. അയാളുടെ ശക്തി വാക്കുകൾക്ക് അതീതമാണ്. അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൻ്റെതായ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. റിവേർഷൻ ഓൾ സ്റ്റേജിലെ അഡ്വാൻസ് ലെവലിൽ നിന്ന് പീക്ക് ലെവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആ സി ഷൈൻ സ്വാഭാവികമായിട്ടും സകലരുടെയും ബഹുമാനം പിടിച്ചു പറ്റുന്ന കഥാപാത്രമാണ്. സി ഷൈൻ നടന്ന് നേരെ എത്തിയത് എമിലി ബ്ലാക്കിന്റെ മുന്നിലേക്കാണ്. സി ഷൈൻ മാർക്കിന് മുന്നിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ മാർക്ക് സി ഷൈനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. തന്റെ എതിരാളിയാണ് ഇതാ നടന്നു പോകുന്നത്. ആ എതിരാളി തന്നെക്കാൾ ഒരുപാട് ദൂരം മുന്നിൽ യാത്ര ചെയ്യുകയാണ്. ശക്തിയിലും സൗന്ദര്യത്തിലും അധികാരത്തിലും മാർക്കിനേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആ കഥാപാത്രം നടന്ന് അങ്ങനെ പോകുമ്പോൾ മാർക്ക് അവനെ നിർനിമിഷനായി അങ്ങനെ നോക്കി നിന്നു. മാർക്കിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും അവനെതിരെയുള്ള ഒരു ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. ആ ദേഷ്യം കൂടിയത് അവൻ എമിലിയുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ്. ആ മലയുടെ മുകളിലെ എല്ലാ ഓറകളും കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി സി ഷൈൻ ഉണ്ട്. സി ഷൈൻ എമിനോട് സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ ഒരു കില്ലിംഗ് ത്വരയുള്ള ഊർജം, ഒരു ഓറ അവിടെ രൂപം കൊള്ളുന്നത് സ്വാഭാവികമായും അയാൾ ശ്രദ്ധയപ്പെട്ടു. അയാൾ എമിലിയുടെ അടുത്തെത്തിയതും അറിയാതെ ഒന്ന് തിരിഞ്ഞു. അയാളുടെ നോട്ടം ആ ചെറുപ്പക്കാരുടെ നേരെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് തന്റെ ഉള്ളിൽ വന്ന ദേഷ്യം പെട്ടെന്നങ്ങ് ഒഴിവാക്കി. മാർക്കിനറിയാം തന്റെ ആ കില്ലിംഗ് ത്വര ഷൈൻ ഐഡന്റിഫൈ ചെയ്താണ്. മാർക്കും കൂട്ടു നിൽക്കുന്ന ഭാഗത്തേക്ക് ഷൈന്റെ നോട്ടം ഇങ്ങനെ പാറി വന്നതും മാർക്ക് ആ കില്ലിംഗ് ത്വര ഡൈല്യൂട്ട് ചെയ്തതും ഒരേ നിമിഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഷൈനിന് അയാളെ കൊല്ലാൻ ആഗ്രഹിച്ച ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയി. അയാൾ ചിരിച്ചുകൊണ്ട് എമിലിയുടെ തൊട്ടുമുന്നുള്ള കസേരയിലിരുന്നു. അയാൾ ആദ്യം അഭിസംബോധന ചെയ്തത് എമിലിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെയാണ്. അങ്കിൾ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഷൈൻ, അതാ ഞാനും പറയാൻ വന്നത്. അങ്ങനെ ആ അങ്കിൾ പറഞ്ഞതും ഷൈൻ എമിലിയോട് പറഞ്ഞു, എമിലി എന്താ ഇവിടെ ഇരുന്നത്? സ്റ്റേജിലേക്ക് വാ, ഇന്നത്തെ പ്രധാന താരം താൻ കൂടിയല്ലേ. ഷൈൻ, അത് വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കുക. പൊതുവെ എനിക്ക് ഈ സ്റ്റേജിലേക്ക് കയറാൻ ഒരു മടിയുണ്ട്. എമിലി അങ്ങനെ പറയുമ്പോഴും അവളുടെ മുഖത്ത് ആ ചെറിയ മറ കിടപ്പുണ്ട്. നൂലുകൾ കൊണ്ട് തീർക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ മറ. പക്ഷെ ആ മറയ്ക്കുള്ളിലൂടെ അവളുടെ മുഖം ആളുകൾക്ക് കാണാം. അതിമനോഹരമായ അവളുടെ ആ മുഖത്തേക്ക് അടുത്തടുത്ത ടേബിളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കൗതുകത്തോടെ നോക്കുന്നത് ഷൈനും എമിലിക്കും ഒക്കെ കാണാം. ഷൈൻ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന മേശകളിലേക്കൊന്ന് നോക്കിയിട്ട് എമിലിയോട് പറഞ്ഞു, ഓക്കെ എമിലി, ഞാനെന്നാ സ്റ്റേജിലേക്ക് കിടക്കാം. എമിലിയോട് അങ്ങനെ പറഞ്ഞ ഷൈൻ നടന്ന് സ്റ്റേജിലേക്ക് കയറി. ഷൈൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ സകല കണ്ണുകളും ഷൈനിലേക്കാണ്. ഷൈൻ എല്ലാവരും നോക്കിയിട്ട് കൈ ഉയർത്തി അവരെ അഭിസംബോധന ചെയ്തു. എല്ലാവർക്കും സ്വാഗതം. നമ്മള് വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഇവിടെ ഒന്നിച്ചു കൂടാറുണ്ട്. നമ്മുടെ ഈ ഹെവൻലി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിലെ ഏറ്റവും മിടുക്കരായ ആളുകളുടെ ഒരു കൂട്ടമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ സെൻട്രൽ പ്ലെയിനിന്റെ ഭാവിയെ കുറിച്ച് വല്ലാത്ത പ്രതീക്ഷ തോന്നുകയാണ്. നിങ്ങൾ എല്ലാവരും ശക്തരാണ്. നിങ്ങളുടെ ഈ ശക്തി സെൻട്രൽ പ്ലെയിനിന്റെ കൂട്ടായ പുരോഗതിക്ക്, വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിച്ചേരൽ നമുക്കെല്ലാവർക്കും സുഖകരമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ഉതകുന്ന ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അയാൾ അങ്ങനെ സംസാരിച്ച് നിർത്തിയതും ചെവി പൊട്ടുന്ന ശൈലിയിൽ എല്ലാവരും കൈയടി തുടങ്ങി. മലയുടെ മുകളിൽ എല്ലാവരും കൈയടിക്കുമ്പോൾ എല്ലാവരും
അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഷൈൻ എന്ന് മനോഹരമായ സംസാരിക്കുന്നത്. നമ്മുടെ ഈ സെൻട്രൽ പ്ലെയിനിൽ ഷൈനെ പോലെ എലിജിബിൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ചെറുപ്പക്കാർ പറയുമ്പോൾ ഒരുപാട് സുന്ദരികൾ അവിടെ വേറെയും ഉണ്ട്. അവരൊക്കെ കൗതുകത്തോടെയും താല്പര്യത്തോടെയും ഷൈനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഒരു അടിപൊളി പാർട്ടി അതിന്റെ ഫലമായി അവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ആളുകളും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരൊരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് പരസ്പരം അറിയാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെ ഉള്ള ഒരു വെന്യൂ, ചെറുപ്പക്കാരുടെ ഒരു വെന്യൂ എന്ന് പറയാം. അവിടെ ഫംഗ്ഷൻ അങ്ങനെ അടിപൊളിയായി മുന്നേറുമ്പോൾ മാർക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി സാവധാനം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു തുടങ്ങി. മാർക്ക് എമിലിക്ക് മുഖം കൊടുക്കാതെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ്. മാർക്ക് ആ വെന്യൂന്ന് നടന്ന് ആ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എമിലി ബ്ലാക്ക് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ നേരെയാണ് ആ മെയിൻ ഗേറ്റ്. എമിലിയുടെ കണ്ണുകൾ പെട്ടെന്ന് ആ മെയിൻ ഗേറ്റിലേക്ക് നടക്കുന്ന ആളിൻ്റെ പുറകിൽ പതുകയും ചെയ്തു. എമിലി അവിടെ നടക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കണ്ണുകൾ ആകസ്മികമായി ആ മെയിൻ ഗേറ്റിലേക്ക് വരുന്നത്. നടന്നു പോകുന്ന ആളിൻ്റെ പുറകുഭാഗം കണ്ട എമിലി അമ്പരപ്പോടെ ആ വ്യക്തിയെ തന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അവർക്ക് പെട്ടെന്നൊരു സംശയം, അത് മാർക്കല്ലേ? നേരത്തെ അവൾ ആ വാഹനത്തിൽ നിന്നിറങ്ങി അവളുടെ സീറ്റിലേക്ക് നടന്നു വരുന്നതിനിടയിൽ വളരെ വളരെ അടുപ്പമുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓറയുടെ സാന്നിധ്യം അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ മാർക്ക് അവൻ്റെ ഓറ പരമാവധി റെഡ്യൂസ് ചെയ്ത് പിടിച്ചിരുന്നത് കൊണ്ടും എമിലി നടക്കുന്നത് കൊണ്ടും എമിലിക്ക് പിന്നീട് അത് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. വീണ്ടും ആ ആളിൻ്റെ പുറകുവശം കണ്ടപ്പോൾ എമിലിക്ക് തൻ്റെ സംശയം മനസ്സിൽ ഉറക്കുകയാണ്. എമിലി തൻ്റെ എതിരിരിക്കുന്ന ആളോട് പറഞ്ഞു, അങ്കിൾ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണേ. ഏയ് എമിലി, നീ ഇവിടെ പോകുന്നു? അങ്കിൾ, ഇതൊക്കെ എനിക്ക് ബോറടിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്ന് ഞാൻ ചത്തുപോത്തേ ഉള്ളൂ. അങ്കിൾ, ഞാൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഏയ് എമിലി, ഇതെങ്ങനെ നമ്മുടെ കുടുംബത്തെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അങ്കിൾ, ഇതൊന്നും ആരും അറിയില്ല. ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് ടൗണിൽ ഇറങ്ങാനുള്ള അവസരം കിട്ടൂ. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് മാത്രമല്ല, എന്നെ ആരും തിരിച്ചറിയാതിരിക്കാനും ഞാൻ ശ്രമിക്കാം. ഓക്കെ എമിലി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ കൂടെ നിൻ്റെ കൂടെ വിടാം. അങ്കിൾ, അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. അങ്കിൾ, എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കണമെന്നൊക്കെ. എപ്പോഴും ഈ വലിയ ബന്ധോസിലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ല. ഒന്ന് ഫ്രീക്കായിട്ട് ടൗണിൽ കൂടെയൊക്കെ നടക്കാൻ ഒരു കൗതുകം. ഇപ്പോഴൊക്കെയല്ലേ എനിക്ക് അവസരം കിട്ടും. വീട്ടിൽ അറിഞ്ഞാൽ സമ്മതിക്കില്ല. അങ്കിളിന് അറിയാലോ. എമിലി അവളുടെ ആഗ്രഹം ആ മുന്നിലിരിക്കുന്ന ആളോട് അങ്ങനെ തുറന്നു പറഞ്ഞതും അയാൾ എമിലിയോട് പറഞ്ഞു, ഓക്കെ ഓക്കെ എമിലി, ഞാൻ വീണ്ടും പറയുന്നു, നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്തായാലും വൈകുന്നേരം വരെ നീ ഫ്രീയാണ്. ഞാൻ നിന്നെ വൈകിട്ട് കൂട്ടിക്കൊള്ളാം. എമിലി എവിടെയുണ്ടെങ്കിലും അവിടെ ചെന്ന് ആ മനുഷ്യൻ എമിലി കൂട്ടുമെന്നുള്ള കാര്യം എമിലിക്ക് അറിയാം. ആ അങ്കിളിന്റെ അനുവാദം കിട്ടിയോടുകൂടി എമിലി സാവധാനം അവരുടെ സീറ്റിൽ നിന്നീറ്റ് മറ്റാളുകളുടെ ശ്രദ്ധയപ്പെടാതെ ഒരു ടേബിളിന്റെ അടുത്തുനിന്ന് അടുത്ത ടേബിളിലേക്ക് നടക്കുകയാണ്. എമിലി ആ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലായാൽ അത് വലിയ വിഷയമാകും. അങ്ങനെ ഒരു സംശയം ആർക്കും ഉണ്ടാകാതെ നോക്കുകയും വേണം. എമിലി അവളിരുന്ന ടേബിളിൻ്റെ അടുത്ത് എണീറ്റ് അടുത്ത ടേബിളിൻ്റെ അടുത്ത് വന്ന് അവിടെയുള്ള ആളുകളെ കൈവീശി കാണിച്ച് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മുന്നേറുകയാണ്. എമിലിയുടെ ലക്ഷ്യം പ്രധാന ഗേറ്റാണ്. ആ പ്രധാന ഗേറ്റ് വരെ ഒരുപാട് ടേബിളുകളുണ്ട്. ആ ടേബിളുകൾക്ക് അടുത്തുള്ള ആളുകളൊക്കെ എമിലി കാണുമ്പോൾ ചാടി എണീക്കുകയും എവരോട് സംസാരിക്കുകയും ചെയ്യാൻ താല്പര്യം കാണിക്കുകയാണ്. എമിലി ഒരു പരുവത്തിൽ അവരോടൊക്കെ സംസാരിച്ച് അവസാനം മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. മെയിൻ ഗേറ്റിൽ എത്താറായതും ഒരു ടേബിളിലുള്ള ആള് എമിലിയെ വളഞ്ഞു. എമിലി അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ വാഷ്റൂം വരെ പോയിട്ട് ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ വിട്ട് മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് വാഷ്റൂമിലേക്ക് പോകാൻ ശരിക്കും മെയിൻ ഗേറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ ബ്ലാക്ക് കുടുംബത്തിൻ്റെ ദൊണാറ്റുള്ളി എമിലി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. എന്തായാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരുടെ ടേബിളിൻ്റെ അടുത്തേക്ക് എമിലി ബ്ലാക്ക് വന്നു, അവരോട് സംസാരിച്ചു. അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്. എമിലി ആ മെയിൻ ഗേറ്റിലൂടെ പുറത്ത് കിടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ മെയിൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി പടിക്കെട്ടിൻ്റെ താഴെ എത്തിയിരുന്നു. പടിക്കെട്ടിൻ്റെ താഴെ മാർക്ക് എത്തുമ്പോൾ മാർക്ക്
ടിറ്റോയെ കണ്ടു. ടിറ്റോ മാർക്കിനെ കാത്തിരിക്കുകയായിരുന്നു. മാർക്കിനെ കണ്ടതും ടിറ്റോ ഓടി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക്, നീ കള്ളനാണല്ലേ, നിന്നെ ചതിച്ചല്ലേ? മാർക്ക്, എനിക്കറിയാം ആ കറുത്ത വേഷത്തിൽ വന്നത് നീ തന്നെയാണ്. അങ്ങനെ ടിറ്റോ പറഞ്ഞതും മാർക്ക് ടിറ്റോയോട് പറഞ്ഞു, ടിറ്റോ, നിന്റെ ഊഹം ശരിയാണ്. ഞാൻ തന്നെയാണ് ആ കറുത്ത വേഷത്തിൽ വന്ന് നിന്റെ കയ്യിൽ നിന്ന് ആ കാർഡ് വാങ്ങിച്ചത്. ഇടാ കള്ള, നീ എന്താണ് എന്നെ ചതിച്ചത്? എന്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്നറിയോ നീ ചതിച്ചത്? ടിറ്റോ, ഉറപ്പായും നിന്നെ പിന്നീട് ഞാൻ സഹായിക്കാം. തൽക്കാലം നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കും. മാർക്ക്, നിന്നെപ്പോലെ ഒരുത്തൻ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല. നീ എന്തും പറയും, എന്ത് ചെയ്യും. നീ ഒരു കള്ളനാണ്, നീ ഒരു തെമ്മാടിയാണ്. അങ്ങനെ വായി തോന്നൊക്കെ മാർക്ക് ഫുള്ളർക്കെതിരെ ടിറ്റോ പറയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സാക്ഷാൽ എമിലി ബ്ലാക്ക് അങ്ങോട്ട് വരുന്നത്. എമിലി ടിറ്റോയും മാർക്കിനെയും കണ്ടു. മാർക്ക് എമിലിയെ കണ്ടില്ല. അതിനു മുമ്പ് എമിലി കൈയൊന്നുയർത്തി. ആ നിമിഷത്തിൽ ടിറ്റോയ്ക്കും മാർക്കിനും ഇടയിൽ ഒരു തടസ്സം ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കപ്പെട്ടു. ശരിക്കും എനർജി ബാരിയർ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. തൻ്റെ മുന്നിലുണ്ടായിരുന്ന ടിറ്റോ പെട്ടെന്ന് മറഞ്ഞതും മാർക്ക് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കിയ മാർക്കിന്റെ കണ്ണുകൾ ശരിക്കും വിടർന്നെങ്ങനെ വന്നു. അവനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് സാക്ഷാൽ എമിലി ബ്ലാക്ക് നിൽക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. മാർക്ക് എമിലി അങ്ങനെ കണ്ണു തുറച്ച് മാർക്ക് എമിലിയെ കണ്ട് വാ പൊളിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എമിലി ബ്ലാക്ക് നടന്ന് മാർക്കിനടുത്തെത്തി. മാർക്കിന്റെ വാ അടയ്ക്കുന്നതിന് മുന്നേ എമിലി മാർക്കിന്റെ തലയിൽ ഒന്ന് തട്ടുകയും ചെയ്തു. മാർക്ക്, എന്താ ഇത്? പെട്ടെന്നാണ് മാർക്കിന് ബോധം ഉണ്ടാകുന്നത്. എമിലി, മാർക്ക്, നീ എങ്ങനെ ഇവിടെ എത്തി? എമിലി, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ്. മാർക്ക്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനേ ഇവിടെ അടുത്ത് സൈലന്റ് ലേക്കിൽ ഉണ്ടാവും. മാർക്ക് അവിടേക്ക് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞ എമിലി ബ്ലാക്ക് അവിടെ നിന്ന് അതിവേഗം അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എമിലി അപ്രത്യക്ഷമായി കഴിഞ്ഞതും മാർക്കിനും ടിറ്റോയ്ക്കും ഇടയിലുള്ള ആ എനർജി ബാരിയറും അപ്രത്യക്ഷമായി. ശരിക്കും മാർക്കിനെ കാണാതെ അമ്പരം നിൽക്കുകയായിരുന്നു ഈ നിമിഷത്തിൽ ടിറ്റോ. ടിറ്റോ അമ്പരപ്പോടെ നോക്കുമ്പോൾ മാർക്ക് അവിടെ നിൽക്കുകയാണ്. നീ ഇവിടെ പാടയിടയിൽ? ടിറ്റോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും മാർക്ക് ടിറ്റോയോട് പറഞ്ഞു, ടിറ്റോ, നിനക്ക് ഞാൻ ഒരു ഓഫർ തരാം. മാർക്ക്, നീ വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമല്ലേ? ടിറ്റോ, ഞാൻ എന്തിനും നിന്നെ പറ്റിക്കണം? നിനക്ക് ബ്ലാക്ക് കുടുംബത്തിൽ കയറി പറ്റാൻ താല്പര്യമുണ്ടോ? മാർക്ക്, നീ എന്താ ആളെ കളിയാക്കുകയാണ്? ടിറ്റോ, നോക്ക്, നീയും ഞാനും തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്താൽ നീ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ നിനക്ക് പോലും സംശയം ഉണ്ടാവില്ലല്ലോ. അക്കാര്യം ടിറ്റോയ്ക്ക് അറിയാം. മാർക്ക് അയാളേക്കാൾ വളരെ ശക്തനാണെന്ന് അയാൾക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. അത് മനസ്സിലാക്കി ടിറ്റോ ഒന്നും മിണ്ടാതെ മാർക്കിനെ നോക്കിയതും മാർക്ക് അവനോട് പറഞ്ഞു, ടിറ്റോ, നിനക്ക് ബ്ലാക്ക് കുടുംബത്തിൽ ഞാൻ ഉറപ്പായും ഒരു എൻട്രി വാങ്ങിച്ചു തരാം. അതേ എനിക്ക് ചെയ്യാൻ പറ്റും. മാർക്ക്, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാവോ? ടിറ്റോ, നീ പോയി നമ്മൾ താമസിച്ച് ആ സത്തത്തിൽ എന്നെ കാത്തു നിൽക്ക്. ഞാൻ കുറച്ചു കഴിഞ്ഞ് അവിടേക്ക് വരാം. മാർക്ക്, നീ എന്നെ പറ്റിക്കില്ലല്ലോ? ടിറ്റോ, നിന്നെ പറ്റിക്കണമെങ്കിൽ എനിക്ക് എപ്പോഴേ അതാകാമായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിച്ച സമയത്ത് തന്നെ എനിക്ക് നിന്നെ ഒഴിവാക്കി ഇവിടേക്ക് വരാമായിരുന്നല്ലോ. ഞാനത് ചെയ്തില്ല. മാർക്കുമായി ഏറ്റുമുട്ടിയാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ടിറ്റോ അവസാനം മാർക്ക് പറഞ്ഞതുപോലെ മാർക്കിന് വേണ്ടി ആ സത്തത്തിൽ വെയിറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ അവിടുന്ന് ആ സൈലന്റ് ലേക്കിലേക്ക് നടന്നു. മാർക്കിനെ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ സൈലന്റ് ലേക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആ ലേക്കിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും ആ വാക്ക് അനർത്ഥമാക്കും പോലെ അവിടെ ശരിക്കും സൈലന്റ് ആണ്. നിശബ്ദത ആ ലേക്കിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. ശബ്ദമേയില്ല, ഒരു തിരക്കുമില്ല. മാർക്ക് ആ ലേക്കിലേക്ക് നോക്കുമ്പോൾ ലേക്കിൽ ഒരു ചെറിയ ബോട്ട് മാർക്ക് കണ്ടു. ആ ബോട്ടിൽ മാർക്ക് എമിലിയും കണ്ടു. മാർക്കിനെ കണ്ടത് എമിലി മാർക്കിനെ അവിടെ അടുത്തേക്ക് വരാനായി കൈ കാണിച്ചു. മാർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ അതിവേഗം എമിലിയുടെ അടുത്തെത്തി. മാർക്കിന് ഇപ്പോൾ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവം മാത്രമാണ്. ബോട്ടിലേക്ക് കയറുന്ന മാർക്കിനെ എമിലി ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്ക് എന്തു പറ്റി? ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എമിലിയുടെ അടുത്തേക്ക് ഇരിക്കുന്ന സമയത്ത് എമിലി ചോദിച്ച ചോദ്യം മാർക്ക് കേട്ടു. മാർക്ക് എമിലിയോട് പറഞ്ഞു, ഞാനേ ആ ഷൈനെ കുറിച്ച് ആലോചിക്കുന്നത്. മാർക്ക്, എനിക്കറിയാം നീ എന്താണ് ആലോചിക്കുന്നത്. ഷൈൻ സുന്ദരനാണ്, ശക്തനാണ്, ശരിക്കും സ്വാധീനമുള്ളവനാണ്. ഇവിടെ ഈ സെൻട്രൽ പ്ലെയിനിൽ
അവനേക്കാൾ യോഗ്യതയുള്ള ചെറുപ്പക്കാർ വേറെയില്ല. ഇതൊക്കെയല്ലേ നീ ആലോചിക്കുന്നത്? മാർക്ക്, നിനക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയാം. ഈ ലോകത്ത് എനിക്ക് നിനക്കപ്പുറം ആരുമില്ല. മറ്റൊരാളുടെ യോഗ്യതയുമായി മാർക്ക് നിന്നെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. എമിലി ബ്ലാക്കിന്റെ ആ പ്രസ്താവന ശരിക്കും മാർക്കിൽ ഒരു വല്ലാത്ത ഉന്മേഷം ഉണ്ടാക്കി. മാർക്കിന്റെ മുഖം തെളിയുന്ന കണ്ടതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്ക്, നീ ഇപ്പോ ഒരു മൈറ്റി ലെവലുകാരനാണ്. നാളെ നീ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാർക്ക്, നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അത് എൻ്റെ വാക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി മാർക്കിന്റെ തലയിലൊന്ന് തലോടി. അത് എമിലിയുടെ ഒരു സ്ഥിരം രീതിയാണ്. എമിലിയുടെ കൈ മാർക്കിന്റെ തലയിലൂടെ അങ്ങനെ ചലിക്കുമ്പോൾ മാർക്കിന് അതൊരു വല്ലാത്ത ആശ്വാസമായി അനുഭവപ്പെടാറുണ്ട്. മാർക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ എമിലി മാർക്കിനെ ആശ്വസിപ്പിക്കുന്നത് അങ്ങനെയാണ്. മാർക്കിനെ തന്റെ ബോഡിയിലേക്ക് ചേർത്തിരുത്തിയ എമിലി ഈ സമയത്ത് അവൾക്ക് ചുറ്റുമായി ഒരു മിസ്റ്റിക് വേൾഡ് തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇപ്പോൾ ആ ബോട്ട് ആ കായലിൽ ഒരാളുടെയും കണ്ണിൽപ്പെടില്ല. അങ്ങനെ ഒരു ബോട്ടും അതിനകത്ത് രണ്ടാളുകളും ഉള്ളത് ഒരാൾക്കും അറിയാൻ പറ്റാത്ത ശൈലിയിൽ അവൾ ആ മിസ്റ്റിക് വേൾഡ് സൃഷ്ടിക്കുകയായിരുന്നു. തന്റെ ശരീരത്തിലേക്ക് മാർക്കിനെ ചേർത്തിരുത്തിയ എമിലി മാർക്കിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. മാർക്ക് ഭൂമിയിൽ നിന്ന് ഹെവൻലി റീജിയനിൽ എത്തിയതും സതേൺ മേഖലയിൽ എത്തിയതും അവിടെ വെച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ എതിരാളിയായതും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ മാർക്ക് വിശദമായി എമിലിയോട് പറഞ്ഞു. മാർക്ക് പറയുന്ന കഥ ശരിക്കും ആസ്വദിച്ച് കേൾക്കുകയാണ് എമിലി. മാർക്കിനെ അവൾ രക്ഷിക്കാനായി ആ വെസ്റ്റേൺ പ്രോവിൻസിൽ എത്തിയത് അവൾക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് അവൾ മാർക്കിനെ കാണുമ്പോൾ മാർക്ക് വല്ലാതെ പെട്ടു നിൽക്കുകയാണ്. എമിലി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഹോളി റീജിയനിൽ മാർക്ക് ഇപ്പം നേടിയിരിക്കുന്ന ഈ വളർച്ച ശരിക്കും അതിശയകരമായ വളർച്ചയാണ്. മാർക്ക്, എനിക്ക് ഉറപ്പാണ് റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്കുള്ള മാർക്കിന്റെ വളർച്ച അതിവേഗം നടക്കും. എനിക്ക് ഉറപ്പാണ് മാർക്ക് റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കുക തന്നെ ചെയ്യും. 300 വർഷം റിവേഷൻ ഔട്ട് സ്റ്റേജിൽ എത്താൻ വേണമെന്ന് ശ്രീറാം പറഞ്ഞപ്പോൾ അത് തികച്ചും തെറ്റാണെന്ന് സീ ഷൈൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. 40ാമത്തെ വയസ്സിൽ സീ ഷൈൻ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടന്ന വ്യക്തിയാണ്. എമിലി അത് ഓർത്തുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ ഇപ്പോൾ പഴയതുപോലെ കാലമൊന്നും വേണ്ട. ഷൈൻ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടന്നത് ചെറുപ്രായത്തിലാണ്. അങ്ങനെ എമിലി പറയുമ്പോൾ മാർക്ക് എമിലി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അത് മനസ്സിലാക്കി എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും റിവേഷൻ ഔട്ട് സ്റ്റേജിലാണ്. ആ വാർത്ത മാർക്കിനെ ശരിക്കും അതിശയിപ്പിച്ചിരിക്കുകയാണ്. എമിലിയെ ആദ്യമായി മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത് മാർക്ക് ഫെല്ലറാണ്. ആ കാൻസർ സിറ്റിയിൽ ആ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് മാർക്ക് ആദ്യമായി എമിലിക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം ഇപ്പോഴും മാർക്കിന് ഓർമ്മയുണ്ട്. അത് ഓർത്തുകൊണ്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ലഭിച്ച അനുകൂല സാഹചര്യങ്ങൾ മാർക്കിനും ലഭിക്കുകയാണെങ്കിൽ മാർക്ക്, നീ ഈ ഹെവൻലി റീജിയനിലെ ഏറ്റവും ശക്തനാകും. ഏറ്റവും ശക്തൻ എന്ന് പറഞ്ഞാൽ അതിശക്തൻ. അത് എമിലിയുടെ വിശ്വാസമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ വിശ്വാസം ശരിക്കും അവളുടെ ആ വിശ്വാസം അവളുടെ ആ വാക്കുകൾ പ്രതിഫലിക്കുകയാണ്. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ലേക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പറഞ്ഞ അവളുടെ മുഖം മാർക്കിന് നേരെ വന്നു. എന്താണ് സംഭവിക്കുന്നത് മാർക്കിന് മനസ്സിലാകും മുമ്പ് മാർക്കിന്റെ ചുണ്ടുകളിൽ അവളുടെ ചുണ്ട് പതിയുകയും ചെയ്തു. ശരിക്കും അതിമനോഹരമായ ഒരു സ്വപ്നത്തിലൂടെ താൻ കടന്നു പോകുന്ന ഒരു ഫീലാണ് ആ നിമിഷത്തിൽ മാർക്കിനുണ്ടായത്. അവന്റെ സ്വപ്നം എമിലി ബ്ലാക്ക് ഇതാ അവനെ ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചിരിക്കുകയാണ്. ചുംബിച്ചു എന്ന് മാത്രമല്ല, അവൾ മാർക്കിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. മാർക്ക് അറിയാതെ എമിലി കെട്ടിപ്പിടിച്ച് തിരിച്ചും ചുംബിച്ചു. ആ ചുംബനം പതുക്കെ മുറുകി വരുമ്പോൾ രണ്ടുപേരുടെയും കൈകൾ മറ്റേയാളിനെ വരിഞ്ഞു മുറുക്കുകയാണ്. അങ്ങനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ പെട്ടെന്നാണ് മാർക്കിന് ഒരു ബോധമുണ്ടായത്. മാർക്ക് പെട്ടെന്ന് എമിലി തന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. എമിലി, വേണ്ട വേണ്ട, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നമുക്കിടയിൽ ഒരു അതിരുണ്ട്. ആ അതിര് ഞാൻ മറികടക്കില്ല. എനിക്ക് നിന്നെ നീയായി തന്നെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളുമായി ഒരു തരത്തിലുള്ള ബന്ധത്തിനും താൻ തയ്യാറല്ല എന്ന് പറയാതെ പറയുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്കിന്റെ ആ മൈൻഡ് സെറ്റിനെ കുറിച്ച് ശരിക്കും എമിലിക്കും അറിയാം. എമിലി ഒരു നിമിഷം മാർക്കിൽ ലയിച്ചു ചേരാൻ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷെ മാർക്ക് അവളെ വിജയകരമായി തടുത്തിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് കറങ്ങാൻ പോവാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എമിലിയെ സംബന്ധിച്ചതും മാർക്കും എമിലിയുമുള്ള ആ ബോട്ട് കരയിലേക്ക് അടുത്തു.
കരയിലിറങ്ങിയ അവർ രണ്ടുപേരും ശരിക്കും കമിതാക്കളെ പോലെ അവിടെ ടൗണിലേക്ക് നടന്നു. ടൗണിലേക്ക് നടക്കുമ്പോൾ എമിലി അവളുടെ മുഖത്ത് ആ തുണി വലിച്ചിട്ടിട്ടുണ്ട്. നെറ്റ് പോലുള്ള ഒരു മറ. ആ മറയിൽ അവളെ മറച്ചിരിക്കുകയാണെങ്കിലും കാണുന്നവർക്ക് അവളൊരു സുന്ദരിയാണെന്ന് മനസ്സിലാവും. പക്ഷേ അത് എല്ലാവരും അറിയുന്ന, എല്ലാവരുടെയും സ്വപ്നങ്ങളിലെ സുന്ദരിയായ എമിലി ബ്ലാക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള സമയം അവൾ കൊടുക്കില്ലെന്ന് മാത്രം. അവൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നു നിൽക്കുന്ന ആ കമിതാക്കളെ പലരും കാണുന്നുണ്ട്. റോഡ് സൈഡിലുള്ള കടകളിൽ നിന്ന് പല സാധനങ്ങളും വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഭൂമിയിൽ അവര് ഒരു തവണ അവിടെ ആ ചിൽഷെയർ ടൗണിലൂടെ നടന്നതുപോലെ മാർക്കും എമിലി കൂടെ നടക്കുകയാണ്. എത്ര സമയം അവരങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. എമിലി മാർക്കിനെയും കൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ നടന്ന് അവര് മാർഷൽ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു മേഖലയിലെത്തി. ശരിക്കും അടിപൊളി ഡിവൈൻ ആയുധങ്ങളും അതുപോലെ ആർട്ടിഫാക്റ്റുകളും വിൽക്കുന്ന ഒരു തെരുവിലൂടെ അവർ നടക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ അറിയാതെ ആ ആയുധങ്ങൾ പതിഞ്ഞു. ആ നിമിഷത്തിൽ എമിലി അത് വാങ്ങിച്ച് മാർക്കിന് കൊടുക്കുകയാണ്. മാർക്ക് എവിടേക്ക് നോക്കുന്നു അവിടെ മാർക്ക് നോക്കുന്ന സ്ഥലത്ത് മാർക്ക് എന്തെങ്കിലും സാധനം കണ്ടാൽ ആ നിമിഷം എമിലി മാർക്കിന് വാങ്ങിച്ചു കൊടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കിന് അത് ആകെ ബുദ്ധിമുട്ടായി. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി വേണ്ട, ഏയ് മാർക്ക്, നീ എന്നെ കാണാൻ വന്നിട്ട് നിനക്ക് ഞാൻ ഒന്നും തന്നില്ല എന്ന് എനിക്ക് തോന്നരുതല്ലോ. മാർക്ക്, നീ എന്നെ കാണാൻ ഇത്ര ദൂരം വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്റെ സന്തോഷമായിട്ടേ കരുതാവൂ. അങ്ങനെ എമിലി പറഞ്ഞെങ്കിലും മാർക്ക് അതിനുശേഷം രണ്ട് വശത്തേക്ക് നോക്കാതെയാണ് നടക്കുന്നത്. എവിടെയെങ്കിലും മാർക്കിന്റെ ദൃഷ്ടി പതിഞ്ഞാൽ അവിടെയുള്ളത് എന്താണെങ്കിലും എമിലി അവന് വാങ്ങിച്ചു കൊടുക്കും എന്നതാണ് സ്റ്റേജ്. എമിലിയുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്പിരിറ്റ് കോയിൻ ഉണ്ട്. എന്തും വാങ്ങാൻ എമിലിക്ക് പറ്റും. എന്തായാലും രസകരമായ അവരുടെ യാത്ര അവസാനം ഒരു പാർക്കിലെത്തി. എന്തായാലും രസകരമായി അവരങ്ങനെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം ഒരു പാർക്കിൽ വന്നിരുന്നു. പല കാര്യങ്ങളും അത് സംസാരിച്ചു തുടങ്ങി. കൾട്ടിവേഷനെ കുറിച്ചും ബ്ലാക്ക് കുടുംബത്തെക്കുറിച്ചും സി കുടുംബത്തെക്കുറിച്ചും ബാക്കിയുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ കുറിച്ചും ഒക്കെ എമിലി അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കുമായി പങ്കുവച്ചു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, നീ എനിക്ക് ഒരു സഹായം ചെയ്യാവൂ? എന്താ മാർക്ക്, നീ പറ. എമിലി, ഞാൻ വരുന്നതിനും ഒരു കൊല്ലം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു. അതില് ഒരു ചാങ് മാങ് ഉണ്ട്. ആ ചാങ് മാങ്ങിനെ എനിക്കൊന്ന് കണ്ടുപിടിക്കണം, എന്നൊന്ന് സഹായിക്കാൻ പറ്റൂ? മാർക്ക്, പിന്നെന്താ, ആ ചാങ് ഈ ഹെവൻലി റീജിയനിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാനത് കണ്ടെത്തിയിരിക്കും. ശരിക്കും എമിലി ബ്ലാക്ക് മാർക്കിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ ചാങ് മാങ്ങിനെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് എമിലി പറഞ്ഞപ്പോൾ മാർക്കിന് ശരിക്കും സന്തോഷമായി. അപ്പോഴാണ് മാർക്ക് മറ്റൊരു കാര്യം ആലോചിച്ചത്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, എനിക്ക് ഒരു സഹായം കൂടി വേണം. മാർക്ക്, നീ പറ, എന്താ വേണ്ടത്? എമിലി, ഞാനേ ശരിക്കും നിന്നെ കാണാൻ വേണ്ടി ഒരാളെ പറ്റിച്ചായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ നടന്ന സംഭവങ്ങളൊക്കെ എമിലിയോട് പറഞ്ഞു. ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഒരാളെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്ത് ആ മൗണ്ട് താനിഷയിൽ മാർക്ക് എത്തിയ കഥ കേട്ടപ്പോൾ എമിലി ശരിക്കും ചിരിച്ചു പോവുകയാണ്. ചിരിച്ച് ഒരു പരുവമായ എമിലി മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എമിലി, ഞാന് ആ കാർഡ് തട്ടിച്ചെടുത്തത് ഒരു ചിറ്റോടെ കയ്യിൽ നിന്നാണ്. അവന് നിങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ. അവൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ്. മാർക്ക്, ഇതാണോ ഒരു വലിയ വിഷയം? അവനോട് 2 ദിവസം കഴിയുമ്പോൾ ബ്ലാക്ക് കുടുംബത്തിലേക്ക് വരാൻ പറ. അവിടെ ഗേറ്റിൽ അവന്റെ പേര് പറഞ്ഞാൽ മതി, അവനെ അകത്തേക്ക് കടത്തി വിട്ടോളൂ. എമിലി അത് പറഞ്ഞപ്പോൾ മാർക്കിനൊരു ആശ്വാസമായി. ആ ചിറ്റയെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ മാർക്കിന് ഒരിക്കലും ആ ഫംഗ്ഷനിലേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. ആ ഫംഗ്ഷനിലേക്ക് കടക്കാൻ ഇൻവിറ്റേഷൻ ലെറ്റർ മസ്റ്റ് ആണെന്ന് ആ ലെറ്ററുമായി അകത്തേക്ക് കടക്കുന്ന നിമിഷത്തിൽ തന്നെ മാർക്കിന് ഉറപ്പായതാണ്. ടിറ്റോ ഇല്ലായിരുന്നെങ്കിൽ ആ ലെറ്റർ മാർക്കിന്റെ കയ്യിൽ വരില്ല. ടിറ്റോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതും മാർക്ക് ഫെല്ലർ എമിലിയോട് ചോദിച്ചു, എമിലി, ഈ ഷൈൻ ശരിക്കും ഇപ്പോ അഡ്വാൻസ് ലെവൽ റിവേഷൻ ഓയിഡ് സ്റ്റേജിലാണെന്ന് ഞാൻ കേട്ടു. അയാൾ പീക്ക് ലെവലിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് അയാളുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അവിടെ നിന്ന് അയാൾ ട്രൂ സെയിന്റ് ആയിട്ട് ബ്രേക്ക് ആവില്ലേ? ട്രൂ സെയിന്റ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമേ അല്ല. വളരെ വളരെ അപൂർവം ആളുകളാണ് ട്രൂ സെയിന്റ് ആയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരാളായി ഷൈൻ മാറിയാൽ ഷൈനിന് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ബ്ലാക്ക് കുടുംബം ഉറപ്പായും തീരുമാനിക്കും. അത് എമിലിക്കും അറിയാം. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൾട്ടിവേഷൻ ഒരാളുടെയും കുത്തകയല്ല. ഷൈൻ അത് കഴിയുമെങ്കിൽ മാർക്ക്, നിനക്കും അത് കഴിയും. നീ ഈ പ്രപഞ്ചത്തിൽ ഒരാളും എത്താത്ത വേഗതയിൽ ഇപ്പോ മൈറ്റി ലെവൽ എത്തിയിരിക്കുകയാണ്. മാർക്ക് മാർഷൽ ആർട്സ് പഠിച്ചു തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. മാർക്കിന് എമിലി ബ്ലാക്കിനെ ഉള്ളതുപോലെ ഒരു ബ്ലഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ. എന്നിട്ടും മാർക്ക് എത്തിയത് വിശ്വസിക്കാനാവാത്ത തലത്തിലാണ്. എമിലി അവളുടെ അഡ്വാൻസ് ലെവൽ പരിശീലനം നേടിയത് ഒരുപാട് റിസോഴ്സസ് ഉള്ള ബ്ലാക്ക് കുടുംബത്തിനകത്ത് വെച്ചാണ്. അവളിപ്പോൾ റിവേർഷൻ ഓയിഡ് സ്റ്റേജിലേക്ക് കടന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ റിസോഴ്സസ് അവളെ സഹായിച്ചു എന്നാണ്.
അതോടൊപ്പം അവളുടെ ബോഡിയിലെ ആ ബ്ലഡ് ലൈൻ, അപൂർവമായി മാത്രം ഒരാളിൽ കാണപ്പെടുന്ന ആ ബ്ലഡ് അവളുടെ മാത്രം പ്രത്യേകതയാണ്. അവള് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും മാർക്കിന് ഒരു വല്ലാത്ത ആശ്വാസമായി. മാർക്ക് പുഞ്ചിരിക്കുന്ന കണ്ടതും എമിലി മാർക്കിനെ അവളുടെ പുറത്തോട്ട് ചേർത്ത് കിടത്തി. ശരിക്കും മാർക്കിനെ അവൾ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുകയായിരുന്നു. എമിലി ബ്ലാക്കിന്റെ നെഞ്ചിൽ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ മാർക്കിന് ആകാശം കാണാം. ആകാശത്ത് നക്ഷത്രങ്ങൾ അങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട്. ആ നക്ഷത്രങ്ങൾ കണ്ടപ്പോഴാണ് മാർക്കിന് മറ്റൊരു കാര്യം ബോധ്യമായത്. ഇപ്പോ രാത്രിയായിരിക്കുകയാണ്. പക്ഷെ എമിലിക്ക് അതൊന്നും വിഷയമേ അല്ല. എമിലി കുനിഞ്ഞ് മാർക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മാർക്ക് എമിലിയെ തന്നെ നോക്കുകയാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ അങ്ങനെ കോർത്തു പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. അങ്ങനെ രണ്ടും നോക്കിയിരിക്കുമ്പോൾ സമയം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും അവരങ്ങനെ ഇരുന്ന് കാണും. പെട്ടെന്ന് എമിലി ഒരു ശബ്ദം കേട്ടു. എമിലി, പോകാനുള്ള സമയമായി. ശബ്ദം കേട്ടതും എമിലി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. പാർക്കിന് തൊട്ടു എമിലിയും മാർക്കും ഇരിക്കുന്നതിന് തൊട്ടു മുന്നിലായി ശൂന്യതയിൽ ഒരു ഗേറ്റ് തുറക്കപ്പെട്ടിരിക്കുകയാണ്. നോർത്തേൺ ലാൻഡുകാർ ഉപയോഗിച്ച ആ ഓയിൽ ഗേറ്റ് പോലുള്ള ഒരു ടെലിപ്പോർട്ടർ സംവിധാനം അവിടെ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നത് എമിലിക്കൊപ്പം ആ മൗണ്ട് താനിഷ്യയിലെ ഫംഗ്ഷനിലെത്തിയ അതേ വ്യക്തിയാണ്. എമിലി അങ്കിൾ എന്ന് വിളിച്ച ആ വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത്. ശബ്ദം കേട്ടതും മാർക്ക് എമിലിയുടെ ബോഡിയിൽ നിന്ന് എണീറ്റു. എമിലിയുടെ ബോഡിയിൽ നിന്ന് എണീറ്റതും മാർക്കിന്റെ പുറത്തുനിന്ന് തട്ടിയിട്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. എമിലി മാർക്കിനോട് അങ്ങനെ ചോദിച്ചതും മാർക്ക് എമിലിയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് എണീറ്റ മാർക്ക് എമിലിയുടെ ഷോൾഡറും തട്ടി. ആ സമയത്ത് എമിലി മാർക്കിന്റെ തലയിൽ ഒന്ന് തലോടിയിട്ട് അതിവേഗം നടന്ന് അങ്കിൾ എന്ന് അവൾ വിളിച്ച ആ മനുഷ്യന്റെ അടുത്തെത്തി. എമിലി മാർക്കിനൊന്ന് നോക്കിയിട്ട് അവിടെ തുറക്കപ്പെട്ട വാതിലിന് അകത്തേക്ക് കടന്നു. എമിലിക്ക് പുറകെ ആ പ്രായമുള്ള മനുഷ്യനും അകത്തേക്ക് കടന്നു. ആ നിമിഷത്തിൽ വാതിലും കടന്നു. വായു ഒന്ന് അനങ്ങുന്ന പോലെ മാർക്കിന് തോന്നി. ആ ടെലിപ്പോർട്ടേഷൻ വാഹനം എമിലിയും ആ മനുഷ്യൻ കൊണ്ട് അവിടെ നിന്ന് മൂവ് ചെയ്യാണ്. ആ വാഹനത്തിനകത്ത് വെച്ച് ആ മനുഷ്യൻ എമിലിയോട് ചോദിച്ചു, എമിലി, ഇതാണോ നീ പറഞ്ഞ ആ മാർക്ക് ഫെല്ലർ? അതെ അങ്കിൾ, അതാണ് മാർക്ക് ഫെല്ലർ. എമിലി, അവനെ കണ്ടിട്ട് ആള് മിടുക്കനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്കിൾ, ശരിക്കും അവൻ മിടുക്കനാണ്. പക്ഷെ എമിലി, അവൻ കയോട്ടിക് ബോഡിക്കാരനാണെങ്കിലും ഷൈൻ ബഹുദൂരം മുന്നിലല്ലേ? അങ്കിൾ, ഷൈൻ ഇപ്പോ എവിടെ എത്തി എന്നതല്ല വിഷയം. നാളെ പാത്ത് ഓഫ് ഹെവൻ നമ്മുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷമാകുമ്പോൾ മാർക്ക് ഷൈന് ഓവർടേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നതാണ് വിഷയം. എനിക്ക് ഉറപ്പാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ മാർക്ക് ഷൈനെ എല്ലാ മേഖലയിലും ഓവർടേക്ക് ചെയ്യും. എമിലി, നീ എന്താ ഈ പറയുന്നത്? അങ്കിൾ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ഹെവൻലി റീജിയനിൽ ഏറ്റവും ശക്തനായി മാർക്ക് മാറും എന്നല്ല ഞാൻ അങ്കിളിനോട് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായി മാർക്ക് മാറുമെന്നാണ്. എമിലി അത് പറയുമ്പോൾ അവൾ അത് ഉറച്ച് വിശ്വസിക്കുന്നുവെന്ന് അത് കേൾക്കുന്ന അവളുടെ അങ്കിളിന് മനസ്സിലാകുന്നുണ്ട്. എമിലിയുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആ ഡയലോഗിന് ആ സമയത്ത് മറുപടി ഒന്നും അവളുടെ ആ അങ്കിൾ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് കടന്നു വരുന്നത്. ഷൈൻ യഥാർത്ഥത്തിൽ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഷൈനിനൊപ്പം ഓടിയെത്താൻ മാർക്ക് ഫെല്ലർക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ആ മനുഷ്യൻ വ്യക്തമായി തിരിച്ചറിയുകയാണ്. പക്ഷെ അയാൾക്ക് അത് എമിലിയോട് പറയാൻ ഒരു മടി. എമിലിയുടെ ഉള്ളിൽ മാർക്കിനോടുള്ള പ്രണയം എന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ ഈ സംഭവവികാസങ്ങൾ അങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി സത്രത്തിലേക്ക് തിരിച്ചു. മാർക്ക് സത്രത്തിൽ ചെല്ലുമ്പോൾ മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ടിറ്റോ. ഒത്തിരി രാത്രിയായിട്ടാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. മാർക്കിനെ കണ്ടതും ടിറ്റോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ തീരെ കരുതിയിരുന്നില്ല. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് ടിറ്റോ, നീ എനിക്ക് നൽകിയ സേവനം എത്ര വിലപ്പെട്ടതാണെന്ന് നിനക്ക് ചിലപ്പോ മനസ്സിലാകില്ല. അതിന്റെ അർത്ഥം നാളെ ഒരു കാലത്ത് നീ മനസ്സിലാക്കും. എന്തായാലും ഞാൻ നിനക്ക് ഒരു വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണ്. ടിറ്റോ, 2 ദിവസം കഴിയുമ്പോൾ നീ ബ്ലാക്ക് കുടുംബത്തിലേക്ക് ചെല്ലണം. അവിടെ ഗേറ്റിൽ നീ നിന്റെ പേര് പറഞ്ഞാൽ മതി. നിനക്ക് ഉറപ്പായും അവിടെ ഒരു ജോലി ലഭിക്കും. മാർക്ക്, അതെങ്ങനെ സംഭവിക്കും? ടിറ്റോ, അതൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നീ എന്റെ പേര് അവിടെ ആരോടും പറയരുത്. എന്നെ പരിചയപ്പെട്ട കാര്യമോ ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്ന കാര്യമോ നീ ഒരാളോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് നിന്റെ ജീവൻ വരെ നഷ്ടമാകാം. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ ഡയലോഗ് ടിറ്റയെ തെല്ലെന്നുമല്ല അതിശയപ്പെടുത്തിയത്. അവൻ അന്തമായിട്ട് നിൽക്കുന്ന കണ്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ടിറ്റോ, എനിക്ക് ഷൈനെ പരിചയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് തികച്ചും നുണയാണ്. എനിക്ക് ഷൈനെ അറിയില്ല. പക്ഷെ ഷൈനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടേക്ക് പോയത്. ഞാൻ കാണുകയും ചെയ്തു. എന്തിന് എന്നൊന്നും നീ എന്നോട് ചോദിക്കരുത്. നാളെ ചിലപ്പോൾ നീയും കാര്യം അറിഞ്ഞേക്കും. എന്തായാലും ഞാൻ നിന്റെ ഈ സേവനം ഒരിക്കലും മറക്കില്ല. അങ്ങനെ ടിറ്റയോട് പറഞ്ഞ മാർക്ക് പിറ്റേന്ന് തന്നെ അവിടുന്ന്
ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ മാർക്ക് എത്തിച്ചേർന്ന ആ സ്ഥലത്തെത്തി, ആ ഡെസേർട്ടിൽ. അങ്ങനെ ചിറ്റിയോട് പറഞ്ഞ മാർക്ക് ഫെല്ലർ പിറ്റേന്ന് അവിടുത്തെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ മാർക്ക് അവിടേക്ക് തിരിച്ച ആ സ്ഥലത്തെത്തി. ആ കടക്കാരൻ മാർക്കിനെ പറ്റിച്ച അതേ പ്ലാറ്റ്ഫോമിൽ അവിടെ എത്തിയ മാർക്ക് അവിടുന്ന് നടന്ന് തണ്ടർ കോർട്ട്യാർഡിന്റെ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉള്ള സ്ഥലത്തെത്തി. മാർക്ക് അവിടെ എത്തുമ്പോൾ അവിടെ ആരുമില്ല. മാർക്ക് അവിടെ കാത്തിരിക്കുകയാണ്. ശരിക്കും 2 ദിവസം മാർക്ക് അവിടെ കാത്തിരുന്നു എന്ന് പറയാം. 2 ദിവസം കഴിഞ്ഞതും പതുക്കെ അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങി. അവിടേക്ക് വരുന്ന തണ്ടർ കോർട്ട്യാർഡിലെ ആ ഡീമൺ സ്ലേയിങ് പീക്കിലെ ആളുകളെ കണ്ട മാർക്ക് ഞെട്ടി എണീറ്റു പോവുകയാണ്. ശരിക്കും അവരെ കണ്ട മാർക്ക് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവരുടെയൊക്കെ ദേഹത്തൂടി രക്തം ഒഴുകുന്നുണ്ട്. ശരിക്കും പലർക്കും നന്നായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പോഴാണ് മാർക്ക് ജൂനെ കണ്ടത്. ജൂവിന്റെ പുറത്തുകൂടിയും രക്തം ഒലിക്കുന്നുണ്ട്. ജൂനും പരിക്കേറ്റിരിക്കുകയാണ്. അതേപോലെ പരിക്ക് അവരുടെ ആ ടീം ക്യാപ്റ്റനുമുണ്ട്. ടീം ക്യാപ്റ്റൻ ജൂലിന്റെ പുറത്തും ഗുരുതരമായി പരിക്കുണ്ട്. മാർക്ക് അവരെ മാറി മാറി നോക്കുമ്പോഴാണ് ഒരു കാര്യം മാർക്കിന്റെ ദൃഷ്ടിപ്പെടുന്നത്. ജൂലിന് പുറമെ 8 ആളുകളാണ് ആ ഹണ്ടിങ് ഓപ്പറേഷന് പോയത്. ഇപ്പോ മടങ്ങി വന്നത് ജൂവും ബാക്കി 4 ആളുകളുമാണ്. എന്ന് പറഞ്ഞാൽ 3 ആളുകൾ മിസ്സാണ്. അത് മനസ്സിലാക്കിയതും മാർക്ക് ജൂലിയനോട് ചോദിച്ചു, ജൂലിയൻ, ബാക്കി 3 പേരോ? മാർക്ക്, അവര് കൊല്ലപ്പെട്ടെന്നോ? പെട്ടെന്ന് മാർക്ക് അറിയാൻ ചോദിച്ചു പോവുകയാണ്. ഡീമൺ സ്ലേയിങ് പീക്കിൽ നിന്ന് ആ ദൗത്യത്തിന് പോയ എല്ലാവരും റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ കൾട്ടിവേറ്റേഴ്സ് ആണ്. അങ്ങനെയുള്ള 3 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർക്ക് അത് ചോദിക്കുമ്പോൾ ജൂ ശരിക്കും നിശബ്ദയാണ്. സാധാരണ ജൂവിനെ അങ്ങനെ ആരും കാണുന്നതല്ല. എപ്പോഴും ഹാപ്പിയായി കാണപ്പെടുന്ന ആളാണ് ജൂ. പക്ഷെ ജൂവിന് പോലും ആ 3 ആളുകളുടെ ആ മരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജൂവിന് മാത്രമല്ല, കൂടെയുള്ള ബാക്കിയുള്ളവരുടെ മുഖത്തും അത് തന്നെയാണ് ഭാവം. ശരിക്കും ഒരു വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. സകലരും നിശബ്ദരായി നിൽക്കുന്ന കണ്ടതും ജൂലിയൻ അവരോട് പറഞ്ഞു, ഇനി നമുക്ക് സമയം കളയണ്ട, മടങ്ങിപ്പോകാം. അങ്ങനെ ജൂലിയൻ പറഞ്ഞതും ആ കൂട്ടത്തിൽ ഒരാൾ ജൂലിയനോട് ചോദിച്ചു, ജൂലിയൻ, അവരുടെ ഡെഡ് ബോഡിയെങ്കിലും നമുക്ക് മടക്കിക്കൊണ്ട് പോകണ്ടേ? അതിന് മറുപടിയായി ജൂലിയൻ അയാളോട് പറഞ്ഞു, ഏയ്, ഇപ്പൊ നമ്മൾ ആ ഡെഡ് ബോഡിക്ക് വേണ്ടി ചെന്നാൽ എനിക്ക് ഇവിടുന്ന് പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കുറയും. ജൂലിയന്റെ ആ വാക്കുകളിൽ ഒരുപാട് അർത്ഥമുണ്ട്. ശരിക്കും അപകടകരമായ ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അവർക്ക് വൻ നഷ്ടമുണ്ടായത്. ആ ഡെഡ് ബോഡിക്ക് വേണ്ടി ഇപ്പൊ ചെന്നാൽ ചെല്ലുന്ന ആൾ കൂടി കൊല്ലപ്പെടും. ജൂലിയൻ അങ്ങനെ തീർത്തു പറഞ്ഞതും എല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് കയറി. മാർക്ക് ജൂവിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ജൂ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മാർക്ക് ജൂവിന്റെ പുറത്ത് പതുക്കെ തട്ടുകയാണ്. ഒരു കൊച്ചു അനുജത്തിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഭാവത്തിലാണ് മാർക്ക് ഫെല്ലർ. ജൂ സാധാരണ ആരുമായിട്ടും അങ്ങനെ അധികം അടുപ്പം ഉണ്ടാക്കുന്ന ആളല്ല. ജൂന് അടുപ്പമുള്ളത് വെള്ളിയുടെ മക്കളുമാണ്. അതിനുശേഷം ജൂ അടുപ്പം ഉണ്ടാക്കിയത് മാർക്ക് ഫെല്ലറുമായിട്ടാണ്. മാർക്കുമായിട്ടുള്ള ജൂവിന്റെ അടുപ്പത്തിന് ഒരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല. ശരിക്കും ജൂ മാർക്കിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തന്നെ റെഡിയാണ്. പക്ഷെ ആ ജൂ കഴിഞ്ഞ കുറേ നാളുകളായി ഡീമൺ സ്ലേയിങ് പീക്കിലാണ്. അതിന്റെ ഫലമായി അവിടെയുള്ള എല്ലാ ആളുകളുമായി നല്ല അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായി ഈ കൊല്ലപ്പെട്ട ആളുകളേക്ക് ജൂവിന്റെ ആ ഗുഹയിലേക്ക് വരാറുള്ളതാണ്. അവരെയാണ് ഇപ്പൊ ജൂവിന് മിസ്സായിരിക്കുന്നത്. അത് ജൂവിന് സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ്. ആ കാര്യം മാർക്കിനും അറിയാം. എന്തായാലും ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ചലിച്ചു തുടങ്ങി. തണ്ടർ കോർട്ട്യാർഡിൽ സാധാരണഗതിയിൽ ഒരു ദൗത്യം കഴിഞ്ഞ് എത്തുമ്പോൾ ഡീമൺ സ്ലേയിങ് പീക്കിലെ ആ വേട്ടക്കാർ, ഡെവിൾ ഹണ്ടേഴ്സ്, ശരിക്കും ആഹ്ലാദം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പൂർണ്ണ നിശബ്ദതയാണ് മടങ്ങി വന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും ആ കാര്യം പീക്ക് മാസ്റ്റർ ശ്രദ്ധിക്കുകയും ചെയ്തു. 3 ആളുകൾ മിസ്സായത് അദ്ദേഹത്തിന് അറിയാം. ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ആ നിമിഷം അവിടെ അദ്ദേഹത്തിന്റെ മുറിയിൽ അതിലെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അവരുമായി ബന്ധപ്പെട്ട ഒരു ടോക്കൺ തകർന്നു വീഴും. 3 ടോക്കണുകൾ തകർന്നത് പീക്ക് മാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പീക്ക് മാസ്റ്റർ അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് അവർക്ക് വേണ്ടി കാത്തു നിന്നത്. പീക്ക് മാസ്റ്റർ എല്ലാവരും അടുത്ത് ചെന്നും എല്ലാവരുടെയും ഷോൾഡർ തട്ടി ആശ്വസിപ്പിച്ചാണ് അവരെയൊക്കെ അവരുടെ ആ ഗുഹകളിലേക്ക് പറഞ്ഞു വിട്ടത്. മാർക്കും ജൂവും അവരുടെ ഗുഹയിലെത്തി. ജൂലിയൻ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ അധികം മനസ്സ് വിഷമിപ്പിക്കുന്ന ആളല്ല. പക്ഷെ ജൂലിയൻ പോലും ഒന്ന് ഒലിഞ്ഞിട്ടുണ്ട്. പീക്ക് മാസ്റ്റർ ഒന്നും മിണ്ടാതെ ജൂലിയനൊപ്പം ജൂലിയന്റെ ഗുഹയിലേക്ക് നടന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് വന്ന മാർക്ക് ഫെല്ലർ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അവന് ഒരുപാട് കാര്യങ്ങൾ ജൂവുമായി പറയാനുണ്ട്. പക്ഷെ ജൂ ആണെങ്കിൽ മറ്റൊരു മൂഡിലാണ്. ഗുഹയ്ക്കകത്ത് വന്ന ജൂ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. മാർക്ക് ആ സമയത്ത് പുറത്തിറങ്ങി വനത്തിലേക്ക് പോയി കുറച്ച് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അതുമായി മടങ്ങിയെത്തി. ജൂ കണ്ണു തുറക്കുമ്പോൾ ശരിക്കും രുചികരമായ ഒത്തിരിയേറെ വിഭവങ്ങൾ
മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ആ വിഭവങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടതും പല സ്ഥലത്തു നിന്നായി ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വന്നു. ജൂനും ആ ഭക്ഷണം കിട്ടിയപ്പോൾ ഒരു ആശ്വാസമായി. ഏതാനും മണിക്കൂർ കഴിഞ്ഞതും ശരിക്കും ജൂ പഴയ ജൂ ആയി മാറി. ദുഃഖങ്ങൾ മുഴുവൻ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു പ്രകൃതം ജൂന് പണ്ടേയില്ല. അതുകൊണ്ട് തന്നെ അതിവേഗം ആ ദുഃഖത്തെ മറികടക്കാൻ ജൂന് പറ്റിയെന്ന് പറയാം. മാർക്ക് ഫെല്ലർ ഉണ്ടാക്കിയെടുത്ത ആ ആഹാര സാധനം നേരത്തെ ആ ഡീമൺ സ്ലെയിൻ പീക്കിനകത്തുണ്ടായിരുന്ന ആ ഒരു മ്ലാനതയ്ക്ക് ഒരു അറുതി വരുത്തി. അവരുടെ പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഷോക്ക് ഡീമൺ സ്ലെയിൻ പീക്കിൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഏതാനും മണിക്കൂർ കൊണ്ട് ആ വിഷയത്തിൽ നിന്ന് ആളുകളുടെ മനസ്സിനെ പിൻവലിപ്പിക്കാൻ മാർക്കിന് പറ്റി. അവരൊന്ന് ശാന്തമായതും മാർക്ക് പീക്ക് മാസ്റ്ററുടെ മുറിയിലെത്തി. അദ്ദേഹത്തോടായി മാർക്ക് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, എനിക്ക് ഒരു സഹായം വേണം. മാർക്ക്, നീ പറഞ്ഞു എന്ത് സഹായമാണ് വേണ്ടത്? പീക്ക് മാസ്റ്റർ, എനിക്ക് ഇമോർട്ടൽ എംപററുടെ ആ ശവകുടീരത്തിന് സമീപത്ത് എവിടെയെങ്കിലും ഒന്ന് കൾട്ടിവേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടതും പീക്ക് മാസ്റ്റർ ചാടി എണീറ്റു പോവുകയാണ്. മാർക്ക്, നീ എന്താ ചോദിച്ചത്? പീക്ക് മാസ്റ്റർ, എനിക്ക് ഡാർക്ക് എനർജി കൂടി കൾട്ടിവേഷന് വേണം. മാർക്കിന്റെ ബോഡി കയോട്ടിക് ആണെന്ന് ഇപ്പൊ പീക്ക് മാസ്റ്റർക്കും അറിയാം. കയോട്ടിക് ബോഡിക്കാരനായ മാർക്കിന് ബ്രൈറ്റ് എനർജി പോലെ തന്നെ ഡാർക്ക് എനർജിയും വേണം. ഡാർക്ക് എനർജി ഈ ശവകുടീരങ്ങളുമായി ബന്ധിപ്പിച്ച സ്ഥലങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. ഈ തണ്ടർ കോർട്ടിയാർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇമോർട്ടൽ എംപററാണ്. ആ ചക്രവർത്തിയുടെ ശവകുടീരം ഈ തണ്ടർ കോർട്ടിയാർഡിന്റെ ഏതോ ഭാഗത്തുണ്ട്. ആ ശവകുടീരത്തിനടുത്ത് സ്വാഭാവികമായും ഡാർക്ക് എനർജി ഇഷ്ടംപോലെ കാണും. അവിടെ പോയി കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കിന് ഡാർക്ക് എനർജി അബ്സോർവ് ചെയ്യാൻ പറ്റും. മാർക്ക് തന്റെ ആഗ്രഹം പീക്ക് മാസ്റ്ററോട് വിശദമാക്കിയതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ തണ്ടർ കോർട്ടിയാർഡിൽ ഞാൻ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. എനിക്കറിയില്ല എവിടെയാണ് ഇമോർട്ടൽ എംപററുടെ ശവകുടീരമെന്ന്. എനിക്ക് മാത്രമല്ല, ഈ തണ്ടർ കോർട്ടിയാർഡിലെ ബാക്കിയുള്ള 7 ഡിവിഷനിലെയും ആളുകൾക്കും അത് അറിയാൻ പറ്റത്തില്ല. ഡീൻ ലീക്ക് പുറമെ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ആളുകൾക്കാണ് ആ ശവകുടീരം അറിയാവുന്നത്. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കുക? പീക്ക് മാസ്റ്റർ, ദയവായി അങ്ങ് ഡീൻ ലീയോട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. മാർക്ക് ഈ കാര്യം പറയുമ്പോൾ ശരിക്കും പീക്ക് മാസ്റ്റർ അടുത്ത് സാക്ഷാൽ ജൂലിയനുണ്ട്. ജൂലിയനും പീക്ക് മാസ്റ്ററും യഥാർത്ഥത്തിൽ ജൂലിയന്റെ ആ ഗുഹയ്ക്കകത്തിരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് അവിടേക്ക് വരുന്നത്. മാർക്ക് ആദ്യം പീക്ക് മാസ്റ്ററുടെ കേവിൽ പോയിരുന്നു. അവിടെ പീക്ക് മാസ്റ്ററെ കാണാത്തത് കൊണ്ട് ജൂലിയന്റെ കേവിലേക്ക് വന്നപ്പോൾ അവിടെ അവർ രണ്ടുപേരും ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ പീക്ക് മാസ്റ്ററും ജൂലിയനും കൂടി ചെസ് കളിക്കുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണ്. മാർക്ക് പീക്ക് മാസ്റ്ററോട് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന അത്രയും നേരവും നിശബ്ദനായി ഇരിക്കുകയായിരുന്നു ജൂലിയൻ. ജൂലിയൻ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇത് ഡീൻലി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജൂലിയൻ, എനിക്ക് വേറെ മാർഗമില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂലിയൻ പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, അങ്ങനെ സംസാരിച്ചു നോക്ക്, ചിലപ്പോ ഡീൻ സമ്മതിച്ചാലോ? ജൂലിയൻ കൂടി അങ്ങനെ പറഞ്ഞപ്പോ പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഒട്ടും വിശ്വാസമില്ല, എന്നാലും ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ പീക്ക് മാസ്റ്റർ ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് 1ാമത്തെ പീക്കിലേക്ക് അവിടുന്ന് യാത്ര തുടങ്ങി. ആ മെയിൻ പീക്കിലെത്തിയ പീക്ക് മാസ്റ്റർ അവിടെയുള്ള കാവൽക്കാരോട് പറഞ്ഞു ഡീൻ ലീയുടെ മുറിയിലേക്ക് വരികയാണ്. അവിടെ എത്തിയതും അവിടെയുള്ള കാവൽക്കാരോട് സന്ദർശന ഉദ്ദേശം വ്യക്തമാക്കിയതും അവർ പീക്ക് മാസ്റ്ററെ ഡീൻ ലീയുടെ മുന്നിലെത്തിച്ചു. ഡീൻ ലീ പീക്ക് മാസ്റ്ററോട് ചോദിച്ചു, എന്താ പീറ്റർ? ഡീൻ ലീ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. എന്ത് കാര്യം? മാർക്കിന് ഒരു ആഗ്രഹം. എന്താ മാർക്കിന്റെ ആഗ്രഹം? ഡീൻ ലീ, അവനെ ഇമോർട്ടൽ എംപററുടെ ഗ്രേവിന് സമീപത്ത് എവിടെയെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പീക്ക് മാസ്റ്റർ പീറ്റർ മടിച്ചാണ് ഡീൻ ലീയോട് അത് പറഞ്ഞത്. ഒരു കാരണവശാലും ഡീൻ ലീ സമ്മതിക്കില്ല എന്നറിയാവുന്ന ഒരു കാര്യം ചോദിക്കുന്നതിന്റെ ഒരു ജാള്യത ആ പീക്ക് മാസ്റ്ററുടെ മുഖത്തുണ്ട്. ആ ജാള്യതയോട് കൂടി അയാൾ അങ്ങനെ ചോദിച്ചതും ഡീൻ ലീ പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പറ്റില്ല എന്ന മറുപടി കേൾക്കാൻ കാത്തു നിന്ന പീക്ക് മാസ്റ്റർ ആ മറുപടി കേട്ട് ശരിക്കും സ്തംഭിച്ചു പോവുകയാണ്. അവനങ്ങനെ ആ പീക്ക് മാസ്റ്റർ സ്തംഭിച്ച് ഒരു പ്രതിമ പോലെ ഏതാനും നിമിഷം അങ്ങനെ നിന്നുപോയി. അയാളുടെ ശ്വാസം പോലും നിലച്ചു പോവുകയാണ്. എത്രയോ കാലങ്ങളായി ആ തണ്ടർ കോർട്ടിയാർഡിന്റെ ഭാഗമായ പീക്ക് മാസ്റ്റർ ഇന്നുവരെ ആരെങ്കിലും ഇമോർട്ടൽ എംപററുടെ ഗ്രേവിനടുത്തേക്ക് പോകുന്നത് കണ്ടിട്ടേയില്ല. ആ ശവകുടീരം എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ആർക്കും അറിയില്ല എന്നതാണ് സത്യം. പക്ഷേ ആ ഇമോർട്ടൽ എംപററുടെ സാന്നിധ്യത്തിന്റെ ഫലമായി ഒരു ശക്തമായ ഇന്റേണൽ എനർജി അവിടെ മുഴുവൻ പരന്നിട്ടുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അത് ആ ശവകുടീരത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്നും അറിയാം. പക്ഷെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഡീൻ ലീ പറഞ്ഞ വാക്ക് കേട്ടതും അമ്പരപ്പോടെ ഞെട്ടിപ്പോയ പീക്ക് മാസ്റ്റർ ഡീൻ ലീയോട് ചോദിച്ചു, ഡീൻ ലീ, അങ്ങ് പറഞ്ഞത്? അതെ, മാർക്കിന്
എമോട്ട് എംബറുടെ ശവകുടീരത്തിൽ വന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ തന്നെ അവനെ അതിന് സഹായിക്കുകയും ചെയ്യും. ഡെയിലി പറയുന്ന വാക്കുകൾ കേട്ട് വിശ്വാസം വരാതെ വീണ്ടും പീക്ക് മാസ്റ്റർ അമ്പരന്ന് ഡീൻലി ഒന്ന് നോക്കി. ഏതാനും സെക്കൻഡ് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പീക്ക് മാസ്റ്റർ ഡീൻലിയോട് ചോദിച്ചു, ഡീൻലി, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് ഇത് അനുവദിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങ് അനുവദിച്ചിരിക്കില്ലേ? എന്താ കാരണം? പീറ്റർ, എനിക്ക് അവന്റെ അച്ഛനെ അറിയാം. വളരെ സിമ്പിളായ ഒരു മറുപടിയാണ് പീക്ക് മാസ്റ്റർ പീറ്ററുടെ ചോദ്യത്തിന് ഉത്തരമായി ഡീൻലി പറഞ്ഞത്. മാർക്കിന്റെ പിതാവിനെ ഡീൻലിക്ക് അറിയാം. പീക്ക് മാസ്റ്റർ മറ്റെന്തോ ചോദിക്കാനായിട്ട് പോയതും ഡീൻലി കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ ഒരു ഫോഴ്സ് പീക്ക് മാസ്റ്ററെ ആ മുറിയിൽ നിന്ന് തള്ളി പുറത്താക്കി വാതിലങ്ങ് അടയ്ക്കുകയും ചെയ്തു. സന്ദർശന സമയം കഴിഞ്ഞുവെന്ന് ആ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. ഡീൻലിയുടെ അടുത്തുനിന്ന് ആ ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് നടക്കുമ്പോൾ പീക്ക് മാസ്റ്ററുടെ മനസ്സിൽ എന്തൊക്കെയോ വന്ന് നിറയുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലറുടെ ആ ആവശ്യം ഡീൻലി എങ്ങനെ അനുവദിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും പീക്ക് മാസ്റ്റർക്ക് മനസ്സിലാകുന്നില്ല. പീക്ക് മാസ്റ്റർ തുടക്കം മുതലുള്ള സംഭവങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കി. മാർക്ക് ഫെല്ലർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ഡീൻ ലീയാണ്. ഈ മാർക്ക് ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ്. മാർക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒന്നൊന്നായി അനലൈസ് ചെയ്ത പീക്ക് മാസ്റ്റർക്ക് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മാർക്കിന് ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ചിന്തയോടു കൂടിയാണ് പീക്ക് മാസ്റ്റർ ഡീമൺ സ്ലെയിങ് പീക്കിൽ മടങ്ങിയെത്തിയത്. പീക്ക് മാസ്റ്റർ മുകളിലേക്ക് വരുമ്പോൾ അവിടെ മാർക്ക് കാത്തു നിൽക്കുകയാണ്. മാർക്ക് ആ ഒന്നാമത്തെ പീക്കിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. മാർക്കിന്റെ സകല പ്രതീക്ഷയും ആ പീക്ക് മാസ്റ്ററുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. പീക്ക് മാസ്റ്ററെ കണ്ടതും മാർക്ക് ഓടി പീക്ക് മാസ്റ്റർ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്. തന്റെ ആഗ്രഹം ഡീൻലി നിരസിച്ചു എന്ന് അത് കണ്ടതും മാർക്കിന് ഉറപ്പായി. മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, സാരമില്ല പീക്ക് മാസ്റ്റർ, സാരമില്ല. അത് കേട്ടതും പീക്ക് മാസ്റ്റർ മാർക്കിന്റെ ഷോൾഡറിന് തട്ടിയിട്ട് അവനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, ഡീൻ സമ്മതിച്ചു. അതേ മാർക്ക്, ഡീൻലി സമ്മതിച്ചു. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഉത്തരമാണ് പീക്ക് മാസ്റ്റർ കൊടുത്തിരിക്കുന്നത്. മാർക്കിന്റെ സന്തോഷം കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തുകൊണ്ട് നിനക്ക് അവസരം നൽകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡീൻലി എന്നോടൊരു ഉത്തരം പറഞ്ഞു. പീക്ക് മാസ്റ്റർ, എന്താ അദ്ദേഹം പറഞ്ഞത്? മാർക്ക്, നിനക്ക് എന്തുകൊണ്ട് ഇമോർട്ടൽ എംപറുടെ ശവകുടീരത്തിനടുത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവാദം നൽകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡീൻലി എന്നോടൊരു കാര്യം പറഞ്ഞു. പീക്ക് മാസ്റ്റർ, എന്താ അദ്ദേഹം പറഞ്ഞത്? മാർക്ക്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നിന്റെ പിതാവിനെ അറിയാമെന്നാണ്. മാർക്ക്, ഞാൻ ചോദിക്കുകയാണ്, ആരാ നിന്റെ പിതാവ്? ഒരു വല്ലാത്ത ചോദ്യമാണ് പീക്ക് മാസ്റ്റർ ഇപ്പോൾ മാർക്കിനോട് ചോദിച്ചിരിക്കുന്നത്. മാർക്കിന്റെ പിതാവ് ആരാണ്? മാർക്കിന് അവൻ അറിയാവുന്ന ആ കാര്യം ഒരു കാരണവശാലും പീക്ക് മാസ്റ്ററോട് പറയാനും പറ്റില്ല. മാർക്കിന്റെ പിതാവ് ഗാർഡിയനാണെന്ന് മാർക്ക് എങ്ങനെയാ പറയുക? അത് പറയാൻ പറ്റില്ല എന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ട് മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഒരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും പീക്ക് മാസ്റ്റർ മാർക്കിനെ നോക്കിയിട്ട് മറ്റൊന്നും പറയാതെ ജൂലിയന്റെ കേവിന് നേരെ നടന്നു. മാർക്ക് നടന്നു പോകുന്ന പീക്ക് മാസ്റ്റർ നോക്കിയിട്ട് മാർക്കിന്റെ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ ജൂ മാർക്കിനെ കണ്ടതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, എൻ്റെ കൾട്ടിവേഷന് ഡീൻലി അനുവാദം നൽകിയിരിക്കുകയാണ്. മാർക്ക്, അത് കൊള്ളാലോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പീക്ക് മാസ്റ്റർ ജൂലിയന്റെ ഗുഹയിലെത്തി. ജൂലിയന്റെ ഗുഹയിലെത്തിയ പീക്ക് മാസ്റ്റർ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ചെസ് ടേബിളിന്റെ മുന്നിലാണ് ഇരുന്നത്. കസേരയിൽ പീക്ക് മാസ്റ്റർ ഇരുന്നതും ജൂലിയൻ ചെസ് കളിച്ചു തുടങ്ങി. ചെസ് കളിയിൽ പീക്ക് മാസ്റ്ററും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ തുടർച്ചയായി പിഴയ്ക്കുകയാണ്. അത് കണ്ടതും ജൂലിയൻ പീക്ക് മാസ്റ്ററോട് ചോദിച്ചു, പീക്ക് മാസ്റ്റർ, എന്തു പറ്റി? അങ്ങ് ഇവിടെയൊന്നും അല്ലല്ലോ. ജൂലിയൻ, ഞാൻ പോയ കാര്യം എന്തായെന്ന് നീ എന്നോട് ചോദിക്കാത്തത്? പീക്ക് മാസ്റ്റർ, അതെന്തിനാ ചോദിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യമല്ലേ അതിൻ്റെ റിസൾട്ട്. ഡീൻ ഒരിക്കലും മാർക്കിന് ഇമോർട്ടൽ എംപറുടെ ആ ശവകുടീരത്തിനകത്ത് അല്ലെങ്കിൽ അടുത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ആ സമയത്ത് അത് പറയാത്തതാണ്. ജൂലിയൻ പറയുന്ന കാര്യങ്ങളൊക്കെ പീക്ക് മാസ്റ്റർ അങ്ങനെ കേട്ടിരുന്നു. അതിനുശേഷം പീക്ക് മാസ്റ്റർ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, പക്ഷേ
ഡീൻ സമ്മതിച്ചു. ഒരു ചെസ് കരു മുന്നോട്ട് നീക്കാനായി കയ്യിലെടുത്ത ജൂലിന്റെ കയ്യിൽ നിന്ന് ആ കരു അറിയാതെ ആ ചെസ് ബോർഡിലേക്ക് വീണു പോവുകയാണ്. ശരിക്കും ജൂലിയൻ ഒന്ന് വിറച്ചു എന്ന് പറയാം. ബിഗ് മാസ്റ്റർ എന്താ പറഞ്ഞേ? ഡീൻ മാർക്കിനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവദിച്ചു എന്നോ? അതെ ജൂലിയൻ, അതാ സംഭവിച്ചത്. എന്താ അതിന്റെ കാരണം? ജൂലിയൻ, മാർക്കിന്റെ പിതാവിനെ ഡീനിന് അറിയാമെന്നാണ് ഡീൻ എന്നോട് പറഞ്ഞത്. മാർക്കിന്റെ പിതാവിനെ ഡീൻ അറിയാമെന്നോ? മാർക്കിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഡീൻ അറിയത്തക്ക ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏയ് ജൂലിയൻ, തുടക്കം മുതലുള്ള കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച്. മാർക്കില് എന്തൊക്കെയോ പ്രത്യേകതകളില്ലേ? പീക്ക് മാസ്റ്റർ അത് ചോദിച്ചപ്പോൾ ജൂലിയനും അത് ഓർമ്മ വരികയാണ്. അവിടേക്ക് വന്ന ആ നിമിഷം മുതൽ ഡീൻ ലീ ഒരു പ്രത്യേക പരിഗണന മാർക്ക് ഫെല്ലർക്ക് കൊടുത്തിരുന്നു. അതിന്റെ കാരണം ഇപ്പോഴാണ് അവരറിയുന്നത്. മാർക്ക് ഫെല്ലറുടെ പിതാവിനെ ഡീനിന് പരിചയമുണ്ട്. ഡീൻ ലീ ഈ ഹോളി റീജിയനിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും പ്രസിദ്ധനാണ്. അത്തരത്തിലുള്ള ഒരാള് മാർക്കിന്റെ പിതാവിനെ അറിയണമെങ്കിൽ മാർക്കിന്റെ പിതാവ് ശരിക്കും ഒരു സംഭവമായിരിക്കണം. മാർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണെന്ന് ഒരു ഫീല് പെട്ടെന്ന് ജൂലിയനും അതുപോലെ പീക്ക് മാസ്റ്റർക്കും ഉണ്ടായി. പീക്ക് മാസ്റ്റർ, മാർക്ക് ഇനി നമ്മൾ അറിയാത്ത ഏതെങ്കിലും അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിന്റെ ഭാഗമാകൂ. മാർക്ക് വന്ന കാലം മുതൽ ആ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജൂലിയനും പീക്ക് മാസ്റ്റർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സെൻട്രൽ പ്ലെയിനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിന്റെ ഭാഗമാകൂ ഇനി മാർക്ക് ഫെല്ലർ? അവിടുത്തെ ഒരു യങ് മാസ്റ്റർ ആണോ മാർക്ക്? ഒരുപാട് ചോദ്യങ്ങൾ ജൂലിയനും പീക്ക് മാസ്റ്റർക്കും ഉണ്ട്. ഈ സമയത്ത് മാർക്കും ജൂവും കൂടി മറ്റൊരു കാര്യം ചർച്ച ചെയ്യുകയാണ്. ജൂ, നമുക്ക് ഒന്ന് പുറത്തു പോയിട്ട് വന്നാലും ഞാൻ പീക്ക് മാസ്റ്ററോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കാം. മാർക്കിന്റെ മനസ്സിലുള്ളത് സാക്ഷാൽ ഹെവൻലി ക്ലൗഡ് സെക്ഷനാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ശ്രീറാം അപകടത്തിലാണെന്ന് മാർക്കിന് അറിയാം. ആ ഈസ്റ്റേൺ പ്രൊവിൻസിനകത്ത് വെച്ച് ആ ടോം കുടുംബത്തിന്റെ ആളുകളെ മാർക്കും ജൂവും കൂടി കൊല്ലുമ്പോൾ മാർക്ക് അത് അറിഞ്ഞതാണ്. ടോം കുടുംബക്കാർ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ലക്ഷ്യമിടുകയാണ്, പ്രത്യേകിച്ച് ശ്രീറാമിനെ. ശ്രീറാമിന്റെ കാര്യം ആലോചിച്ചപ്പോൾ ശ്രീറാമിനെ ഒന്ന് പോയി കാണാൻ മാർക്കിനൊരു ആഗ്രഹം. അതിന് അനുവാദം ലഭിക്കാൻ വേണ്ടി മാർക്ക് പീക്ക് മാസ്റ്ററുടെ അടുത്തെത്തി. ആ സമയത്ത് ജൂലിയനും പീക്ക് മാസ്റ്ററുടെ അടുത്തുണ്ട്. മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? അങ്ങനെ പീക്ക് മാസ്റ്ററോട് മാർക്ക് ചോദിച്ചതും രണ്ടാമതൊന്നും ആലോചിക്കാതെ പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, നീ പോയിട്ട് വാ. സാധാരണഗതിയിൽ പീക്ക് മാസ്റ്റർ 100,000 ചോദ്യങ്ങൾ ചോദിക്കും. ഒരുപാട് നിർബന്ധിച്ചാൽ മാത്രമാണ് ഒരു അനുവാദം കൊടുക്കുക. അതും ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വെക്കും. ഇവിടെ ഒരു കണ്ടീഷനും വെക്കാതെ ചോദിച്ച ഉടനെ മാർക്കിനെ സ്വാഭാവികമായിട്ടും പീക്ക് മാസ്റ്റർ അങ്ങ് അനുവദിക്കുകയാണ്. മാർക്ക് പോലും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ പീക്ക് മാസ്റ്ററോടും ജൂലിയനോടും യാത്ര ചോദിച്ചിട്ട് അവിടെ നിന്ന് മാർക്കിന്റെ ഗുഹയിലെത്തി ജൂവുമായി പുറത്തിറങ്ങി അവർ ഉടൻ തന്നെ ആ ബ്ലാക്ക് ഈഗിളിനെ വരുത്തി അതിന് പുറത്തു കയറി അതിവേഗം ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് തിരിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാണ് അവര് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് വരുന്നത്. ഈസ്റ്റേൺ പ്രൊവിൻസിനകത്ത് ഒരു ദൗത്യത്തിന് പോയ സമയത്താണ് അവർ രണ്ടുപേരും അവസാനമായി ശ്രീറാമിനെ വന്ന് കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ശ്രീറാമുമായി സംസാരിക്കാനുണ്ട്. മാർക്ക് ആ കാര്യങ്ങളൊക്കെ ജൂലിയനോട് സംസാരിക്കുകയാണ്. മാർക്ക് ആ കാര്യങ്ങളൊക്കെ ജൂലിയനോട് സംസാരിച്ചു തുടങ്ങിയതും ജൂലിയൻ മാർക്കിനോട് സെൻട്രൽ പ്ലെയിനിൽ മാർക്ക് പോയ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. ശരിക്കും കഴിഞ്ഞ ദിവസം ജൂവിന്റെ മൂഡ് ശരിയല്ലാതിരുന്നത് കൊണ്ട് മാർക്ക് ആ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നില്ല. അതിനുശേഷം ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയും മറ്റുമായിക്ക് കടന്നുപോയതുകൊണ്ട് ആ വിഷയത്തിലേക്ക് സംഭാഷണം എത്തിയതേയില്ല. മാർക്ക് സെൻട്രൽ പ്ലെയിനിൽ ചെന്നത് മുതൽ അവസാനം മടങ്ങിയത് വരെയുള്ള കാര്യങ്ങൾ ജൂവിനോട് പറഞ്ഞപ്പോൾ ജൂ ഒരേ ചിരി. ആ ഇൻവിറ്റേഷൻ ലെറ്റർ മാർക്ക് പറ്റിച്ചെടുത്ത കഥ കേട്ടപ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ നീ ഒരു നല്ല കള്ളനാണെന്ന്? വീണ്ടും നീ അത് പ്രൂവ് ചെയ്തു. ജൂവിന് മാർക്കിന്റെ കള്ളത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് രസം തോന്നാറുണ്ട്, ഒരുപാട് സന്തോഷം തോന്നും. എമിലിയുമായിട്ടുള്ള മാർക്കിന്റെ ആ അടുപ്പം ഇപ്പോൾ ജൂവിന് നന്നായി അറിയാം. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഒരു ഷൈനിന് അത് കഴിയുമെങ്കിൽ നിനക്കും അത് കഴിയും. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഈ ലോകം കീഴടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്നും അയാളെ തടസ്സപ്പെടുത്തത്തില്ല. നീ വിശ്വസിക്കേ, വിജയിക്കുമെന്ന്.
വിജയം നിനക്ക് തന്നെയായിരിക്കും. ജൂ അങ്ങനെ പറയുമ്പോൾ മാർക്കിന് അതൊരു വല്ലാത്ത ആശ്വാസം ഉണ്ടാക്കുകയാണ്. എമിലി ബ്ലാക്ക് പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ് മറ്റൊരു ശൈലിയിൽ ജൂ മാർക്കിനോട് പറയുന്നത്. ജൂ മാർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനവധി എക്സാമ്പിൾസ് ഒക്കെ ആ യാത്രക്കിടയിൽ മാർക്കിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സമീപത്തെത്തി. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സമീപത്തെത്തിയ മാർക്ക് ഫെല്ലറും ജൂവും ശരിക്കും അമ്പരപ്പോടെ ആ താഴെ കാണുന്ന കാഴ്ചയിലേക്ക് അറിയാതെ നോക്കിപ്പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഇപ്പോൾ ഏതാണ്ട് നാമവിശേഷമായതുപോലെ കിടക്കുകയാണ്. പെട്ടെന്ന് ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തുനിന്ന് രണ്ടുപേരും താഴേക്ക് ചാടി. അവരകത്തേക്ക് കയറപ്പോൾ താഴേക്ക് ചാടിയ രണ്ടുപേരും ഓടി ആ ഗേറ്റിന് സമീപത്തെത്തി. ഗേറ്റ് മലർക്കെ തുറന്നു കിടക്കുകയാണ്. മതിലൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അകത്തെ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതിന് വലതു ഭാഗത്തായി കൾട്ടിവേഷൻ മൗണ്ടൻ ഉണ്ടായിരുന്നു. ആ കൾട്ടിവേഷൻ മൗണ്ടൻ ഏതാണ്ട് ഇടിച്ച് നിരത്തപ്പെട്ടതുപോലെയാണ്. ആ കോമ്പൗണ്ടിനകത്ത് ഒരു കുഞ്ഞു പോലുമില്ല. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മാർക്ക് അതിവേഗം ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ഓടി നടക്കുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ അവരുടെ മുന്നിലേക്ക് വന്നു. അയാൾ എങ്ങനെയാണ് അവിടെ മുന്നിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ മാർക്കിനും അറിയില്ല, ജൂവിനും അറിയില്ല. അയാൾ അവരെ തടുത്ത് നിർത്തിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്താ സംഭവം? മാർക്ക്, ടോം കുടുംബത്തിലെ ആളുകൾ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആക്രമിച്ചു. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അപ്പോ സെക്ഷൻ മാസ്റ്റർക്ക് അവരെ തടുക്കാൻ പറ്റിയില്ലേ? മാർക്ക്, സെക്ഷൻ മാസ്റ്റർ ഒരു റിവേഷൻ ഓയിൽ സ്റ്റേജിലെ ആളല്ലേ? വന്ന ടോം കുടുംബക്കാർ സെയിം വെപ്പണാണ് അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചത്. അതില് അദ്ദേഹം വീണുപോയത്. സെക്ഷൻ മാസ്റ്റർ വീണുപോയെന്നോ? മാർക്ക്, അദ്ദേഹം വീണെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വീഴ്ചയോടുകൂടി ഈ എൻറ്റയർ സെക്ഷൻ തുടച്ചു മാറ്റപ്പെട്ടു. നീ ഇവിടെ വരുമെന്നും അദ്ദേഹത്തെ തിരക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിവരം നിന്നോട് പറയാനായി എന്നോട് ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നെ മാർക്ക്, നീ ഇവിടെ അധിക സമയം നിൽക്കണ്ട, നീ വേഗം പൊയ്ക്കൂ. ആ ടോം കുടുംബക്കാർ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. ആ പ്രായമുള്ള മനുഷ്യൻ അത്രയും പറഞ്ഞതിന് ശേഷം അതിവേഗം അവിടെ നിന്ന് തിരിച്ചു നടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അയാൾ എങ്ങോട്ട് ഒഴുകി മാറിയെന്ന് ചോദിച്ച് മാർക്കിനും ജൂവിനും അറിയില്ല. മാർക്കിന് എന്തു പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. മാർക്കിനെ കാരണമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. മാർക്ക് ആ ടോം കുടുംബത്തിലെ ആ യങ് മാസ്റ്ററുമായി ഉടക്കിയില്ലായിരുന്നെങ്കിൽ ശ്രീറാമിന് അവിടെ അന്ന് ഇടപെടേണ്ടി വരില്ലായിരുന്നു. ആ ഉടക്കാണ് സകലത്തിന്റെ തുടക്കം. ലേലത്തിൽ ആ യങ് മാസ്റ്റർ ആഗ്രഹിച്ച ആ ടോക്കൺ മാർക്ക് ആ ഡ്രാഗൺ ബ്ലഡ് കൊടുത്ത് നേടിയെടുത്തെന്നാണ് വിഷയങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. സെൻട്രൽ പ്ലെയിനിലെ അറിയപ്പെടുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബമാണ് ടോം കുടുംബം. ആ കുടുംബത്തെ എതിരിടാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവിടെ സതേൺ പ്രൊവിൻസിലെ ഹെവൻലി ക്ലൗഡ് സെക്ഷന് ഇല്ല. മാർക്ക് ശരിക്കും ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാബാ പോ. എന്താ ജൂ? മാർക്ക് വേഗം രക്ഷപ്പെടാ. ജൂ അതിവേഗം മാർക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി തുടങ്ങിയതും മാർക്കും അതിവേഗം ഓടി തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്ക് ഫെല്ലറും ജൂവും അവിടെ നിന്ന് തറ തൊടാതെ ഓടുകയാണ്. ഓട്ടമാണോ പറക്കലാണോ എന്നൊന്നും വേർതിരിച്ച് പറയാൻ കഴിയാത്ത ശൈലിയിൽ രണ്ടുപേരും അതിവേഗം ആ സ്ഥലത്തുനിന്ന് ഓടി ഒഴുകി മാറുകയാണ്. ഈ സമയത്ത് രണ്ടാളുകൾ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെത്തി. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെത്തിയ അവർ ആ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുകയാണ്. ആ മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി? അയാള് മാർക്കിന്റെ ഓറ അവിടെ നിന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു. ആ ഓറ മൂവ് ചെയ്തിരിക്കുന്ന ദിക്ക് ഉടനെ അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അയാൾ കൂടെയുള്ള ആളോട് പറഞ്ഞു, ദാ ഈ വഴിയാണ് മാർക്ക് പോയിരിക്കുന്നത്. ഈ സമയത്ത് ആ ആളും ആ ഓറ തിരിച്ചറിഞ്ഞു. അതെ, അവനൊപ്പം വേറെ ആരോ കൂടിയുണ്ട്. അയാൾക്ക് പരിചയമില്ലാത്ത മറ്റൊരു ഓറ മാർക്കിനൊപ്പമുണ്ട്. മാർക്കിന്റെ ഓറ നേരത്തെ തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ആരുമാവട്ടെ, നമുക്ക് ആ ഓറ ഫോളോ ചെയ്യണം, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രണ്ടാളുകളും ആകാശത്തേക്ക് കുതിച്ച് ആ ഓറ ലക്ഷ്യമാക്കി മൂവ് ചെയ്യണം. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ജൂവും ഒത്തിരി ദൂരെ എത്തിക്കഴിഞ്ഞു. അവര് ഉടൻ തന്നെ ആ ബ്ലാക്ക് ഈഗിൾ വരുത്തി ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തു കയറി അതിവേഗം തണ്ടർ കോർട്ട്യാർഡ് ലക്ഷ്യമാക്കി പായുകയാണ്. ശരിക്കും ബ്ലാക്ക് ഈഗിളിന് എത്ര വേഗത്തിൽ പറക്കാൻ കഴിയുമോ അത്രയും വേഗത്തിൽ അവരെയും കൊണ്ട് ആ ബ്ലാക്ക് ഈഗിൾ പറക്കുകയാണ്. തണ്ടർ കോർട്ട്യാർഡിനകത്തേക്ക് കടന്നാൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അത് മാർക്കിനും ജൂവിനും അറിയാം. അങ്ങനെ അവർ പറന്നു പോകുമ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നമ്മൾ വേഗത കൂട്ടിയോണ്ട് കാര്യമില്ല, നമുക്ക് താഴെ ലാൻഡ് ചെയ്യാം. ജൂ, മാർക്ക് അവർ നമ്മളെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു.
അങ്ങനെ ജൂ പറഞ്ഞതും മാർക്ക് ബ്ലാക്ക് ഈഗിളിനെ ഒളിപ്പിച്ചിട്ട് രണ്ടുപേരും താഴേക്ക് ചാടി. അങ്ങനെ ജൂ പറഞ്ഞതും മാർക്കും ജൂവും ആ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തുനിന്ന് താഴേക്ക് ചാടി. അവർ മണ്ണിൽ കാലുറപ്പിച്ച് ഒന്ന് തിരിയുമ്പോഴേക്കും അവരുടെ തൊട്ടുപുറകെ രണ്ടാളുകൾ അവിടെ എത്തി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് ആ രണ്ടുപേരും മാർക്കിനെയും ജൂവിനെയും ഫോളോ ചെയ്തെത്തിയത്. ജൂവിനെ കണ്ടതും ആ കൂട്ടത്തിൽ ഒരാൾ അമ്പരപ്പോടെ ജൂനൊന്ന് സൂക്ഷിച്ചു നോക്കി. ഈ കൊച്ചു പെൺകുട്ടിയാണോ ഇവനൊപ്പം ഉണ്ടായിരുന്നത്? മാർക്കിനെയും ജൂവിനെയും നോക്കിയതിന് ശേഷം അതിലൊരാൾ അങ്ങനെ ചോദിച്ചതും ജൂ കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ജൂവിന്റെ കയ്യിൽ ആ സുവർണ നിറത്തുള്ള റേക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ക്രിംസൺ കോണ്ടിനെന്റിൽ പോയ സമയത്ത് ഒരു ലേലത്തിലൂടെ ജൂ സ്വന്തമാക്കിയ ഒരു വലിയ പാറക്കല്ല് പൊട്ടിച്ചപ്പോഴാണ് ജൂവിന് ആ ഗോൾഡൻ റേക്ക് കിട്ടിയത്. ആ ഗോൾഡൻ റേക്കിന് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് ജൂവിന് അറിയാം. അതുകൊണ്ടാണ് ജൂ ആ റേക്ക് വലത് കയ്യിലേക്ക് പിടിച്ചത്. ആ റേക്ക് പിടിച്ച് ജൂ മാർക്കിനെ പുറകിലോട്ട് മാറ്റിയിട്ട് മാർക്കിന്റെ മുന്നിലേക്ക് കയറി അവരോട് പറഞ്ഞു, ഏയ് നിനക്ക് എന്താ വേണ്ടേ? ജൂവിനേക്കാൾ പൊക്കമുണ്ട് ആ സുവർണ നിറത്തുള്ള റേക്കിന്. ഒരു ചവറുകോരിയുടെ രൂപത്തിലുള്ള ആ സംഭവത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആ വന്ന ആളുകൾ ജൂവിനോട് പറഞ്ഞു, നീ ആരാ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിന്നെ കാണുമ്പോൾ ഒരു കോമാളിയുടെ രൂപമാണ് എനിക്ക് തോന്നുന്നത്. നിനേക്കാൾ പൊക്കമുള്ള ഈ ചവറുകോരി എടുത്തുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? നീ എന്താ ഞങ്ങളെ കോരിയെടുക്കാൻ പോവുകയാണ്? അങ്ങനെ ആ ആള് പറഞ്ഞതും ജൂ ആ റേക്ക് ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ആ റേക്കിൽ നിന്നൊരു പ്രകാശം ആ എതിരാളികളുടെ പുറത്തേക്ക് പാഞ്ഞു വന്നു. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം മുന്നോട്ട് വരികയാണ്. അയാൾക്കത് വളരെ കാഷ്വലായ ഒരു ആക്ടിവിറ്റിയാണ്. ആ പ്രകാശവും ജൂവിൻ്റെ റേക്കിലെ പ്രകാശവും തമ്മിൽ കൂട്ടിമുട്ടിയതും ആ രണ്ട് പ്രകാശവും പെട്ടെന്ന് അപ്രത്യക്ഷമായി. അത് കണ്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവന്മാരെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താം. നീ എത്രയും പെട്ടെന്ന് തണ്ടർ കോർട്ട്യാർഡിലേക്ക് മടങ്ങിച്ചില്ലേ, അവിടെ നിന്ന് ആരെങ്കിലും സപ്പോർട്ടിന് വിളിക്കും. മാർക്കും കൂടി ജൂവിനൊപ്പം നിന്ന് ആ എതിരാളികളെ നേരിട്ടാലും അവരെ തോൽപ്പിക്കാൻ മാർക്കിനും ജൂവിനും പറ്റില്ലെന്ന് അവരുടെ ആ ചെറിയൊരു ആക്ഷൻ തന്നെ വിളിച്ചു പറയുകയാണ്. ജൂവിനേക്കാൾ മാർക്കിനേക്കാൾ ഒരുപാട് തലങ്ങൾ മുകളിലാണ് ആ രണ്ട് എതിരാളികൾ. തണ്ടർ കോർട്ട്യാർഡിന്റെ സഹായം കിട്ടിയാൽ പിന്നെ അവരെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് മനസ്സിലാക്കിയ മാർക്ക് അതിവേഗം പുറകോട്ട് ഓടാൻ ശ്രമിച്ചതും ആ രണ്ടുപേരിൽ ഒരാൾ ആ കാഴ്ച കണ്ടു. ഏയ്, നീ എന്താ ഓടി രക്ഷപ്പെടാൻ പോവുകയാണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ മാർക്കിനെ ഫോളോ ചെയ്യാൻ പോയതും ജൂ തന്റെ കയ്യിലിരുന്ന ആ ഗോൾഡൻ റാക്ക് ആകാശത്തേക്ക് ഒന്ന് വീശുകയാണ്. ശരിക്കും ഒരു വാള് പോലെ ആ റേക്ക് ഇങ്ങനെ വീശിയതും ആ ചവറുകോരി ആകാശത്ത് ഒരു വല്ലാത്ത വര വരച്ചു എന്ന് പറയാം. ആ വര ഒരു ബാരിയർ പോലെയായി. ആ ബാരിയറിന്റെ അപ്പുറത്ത് മാർക്കും ബാരിയറിന്റെ ഇപ്പുറത്ത് ആ ചോങ് കുടുംബത്തിലെ ആളുകളുമാണ്. അവര് ആ ബാരിയർ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ അതിശക്തമായ ഒരു പ്രഷർ ആ ബാരിയർ അവർക്ക് മുകളിലേക്ക് സൃഷ്ടിച്ചു. മാർക്ക് ഈ സമയത്ത് ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ആ ലൈൻ ഫോർമുലയിൽ അതിവേഗം കുതിക്കുകയാണ്. മാർക്ക് തണ്ടർ കോർട്ട്യാർഡിലെ ആ ഡീമൺ സ്ലെയിം പീക്കിലേക്ക് ഓടിക്കയറിയത് സാക്ഷാൽ പീക്ക് മാസ്റ്ററും ജൂലിന് ഇരിക്കുന്ന ആ കേവിലേക്കാണ്. അവിടെ പീക്ക് മാസ്റ്റർ ഉണ്ടാകുമെന്ന് മാർക്കിന് അറിയാം. മാർക്ക് ശരിക്കും കിതയ്ക്കുന്നുണ്ട്. മാർക്കിന്റെ ആ അവസ്ഥ കണ്ടതും പീക്ക് മാസ്റ്ററും ജൂലിയനും മാർക്കിനോട് ചോദിച്ചു, എന്താ പറ്റി? പീക്ക് മാസ്റ്റർ, ജൂലിയൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നൊന്ന് സഹായിക്കണം. എന്താ സംഭവം? നമ്മുടെ ജൂവിനെ ആളുകൾ വളരെ ആക്രമിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ജൂവിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇറക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. അത് കേട്ടതും പീക്ക് മാസ്റ്റർ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, നീ ആളുകളെ വിളിക്കേ. ജൂലിയൻ ആളുകളെ വിളിക്കാനായി അവിടെ നിന്ന് ഇറങ്ങിയതും മാർക്കിന്റെ നിലവറയിൽ നിന്ന് ഒരു ലൗഡ് സ്പീക്കർ എടുത്ത് ജൂലിയന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക് നേരത്തെ ഒരു തവണ ഒരു ലേലത്തിൽ പിടിച്ച സംഭവമാണ് ഈ ലൗഡ് സ്പീക്കർ. ആ ലൗഡ് സ്പീക്കർ ജൂലിയന് കൊടുത്തിട്ട് മാർക്ക് ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, ഇതിനോട് പറഞ്ഞാൽ മതി, ആളുകൾ വേഗം വരും. ജൂലിയൻ മടിച്ചിരിക്കുന്ന നടന്നതും പീക്ക് മാസ്റ്റർ പെട്ടെന്ന് ആ ലൗഡ് സ്പീക്കറിന് മുന്നിൽ നിന്ന് അലറി, എല്ലാവരും ഇപ്പൊ തന്നെ ആക്ഷന് റിപ്പോർട്ട് ചെയ്യുക ജൂലിയന്റെ കേവിന് മുന്നിൽ. പീക്ക് മാസ്റ്റർ ആ അലർച്ച ഡീമൺ സ്ലെയിം പീക്കിലെ എല്ലാ ആളുകളുടെയും കാതുകളിൽ എത്തുകയാണ്. അടിയന്തര ആക്ഷനാണ് പീക്ക് മാസ്റ്റർ ഉദ്ദേശിക്കുന്നതെന്ന് ആ ശബ്ദം കേട്ടപ്പോഴേ പലർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആളുകൾ അതിവേഗം ജൂലിയന്റെ ഗുഹയ്ക്ക് മുന്നിലേക്ക് ഓടിയെത്തി. പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പീക്ക് മാസ്റ്റർ ജൂലിയനും പീക്ക് മാസ്റ്ററും മാർക്കുമായി അതിവേഗം ഡീമൺ സ്ലെയിം പീക്കിൽ നിന്ന് പുറത്തിറങ്ങി മാർക്കിന്റെ പുറകെ യാത്ര തിരിച്ചു. ആളുകൾ ഓടിയെത്തിയതും പീക്ക് മാസ്റ്റർ ജൂലിയനെയും കൂട്ടി ആ ആളുകളുടെ ഒരു ടീം ഉണ്ടാക്കി
അതിവേഗം മാർക്കിനൊപ്പം പുറത്തിറങ്ങി. മാർക്ക് ജൂ ഉള്ള ആ ദിശ ലക്ഷ്യമാക്കി അതിവേഗം മൂവിയാണ്. മാർക്കിന്റെ തൊട്ടുപുറകെ അവരുമുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് ജൂവുമായി പിരിഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ ജൂ ഇല്ല. മാർക്ക് തറയിറങ്ങിയപ്പോൾ കൂടെയുള്ള ടീമും തറയിറങ്ങി. മാർക്ക് പീക്ക് മാസ്റ്റർ പറഞ്ഞു, പീക്ക് മാസ്റ്റർ, ഇവിടെ വെച്ചാണ് ഫൈറ്റ് ഉണ്ടായത്. അവിടെയുള്ള ആ സ്ഥലം മുഴുവൻ കൂടെ വന്ന ആളുകൾ അരിച്ചു പറക്കിയതും അതിലൊരാൾ പെട്ടെന്ന് ഉറക്കം വിളിച്ചു, പീക്ക് മാസ്റ്റർ ഓടിവാ ഓടിവാ. അവൻ വിളിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാവരും ഓടിയെത്തുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. രക്തത്തിൽ കുളിച്ച് സാക്ഷാൽ ജൂ അവിടെ തറയിൽ കിടക്കുകയാണ്. ജൂവിന്റെ വലത് കൈയിൽ അപ്പോഴും ആ സുവർണ്ണ നിറത്തുള്ള ആ ചവറുകോരിയുണ്ട്. അവരുടെ ഇടതു ഭാഗത്തായി ഒരാള് തറയിൽ കിടക്കുകയാണ്. അയാൾക്ക് ജീവനില്ല. ജൂവിന്റെ വായിൽ ഒരു വലിയ മാംസകഷ്ണം ഇരിക്കുകയാണ്. ആ മാംസകഷ്ണത്തെ കണ്ടതും ആളുകളുടെ ശ്രദ്ധ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയിലേക്ക് വീണ്ടും പതിഞ്ഞു. അയാളുടെ വയറിന്റെ ഭാഗത്തുനിന്ന് കടിച്ച് പറിച്ചിരിക്കുന്ന ഒരു മാംസകഷ്ണമാണ് ഇപ്പോൾ ജൂവിന്റെ വായിലിരിക്കുന്നത്. ശരിക്കും ജൂ ഒറ്റക്കടിക്ക് അയാളുടെ ബോഡി മുറിച്ച് ആ മാംസകഷ്ണം വായിലാക്കിയതാണ്. ഒരു അമ്പരപ്പിക്കുന്ന അൺബിലീവബിൾ ആയിട്ടുള്ള രംഗം. മാർക്ക് ഫെല്ലർ ഈ കാഴ്ച കണ്ട് ഓടി ജൂവിനടുത്തെത്തി ജൂവിന്റെ പുറത്ത് തട്ടി വിളിച്ചു തുടങ്ങി, ജൂ 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 ജൂ. ജൂവിന്റെ വായിന്ന് അതിനിടയിൽ ആരോ മാംസകഷ്ണം പുറത്തെടുക്കുകയും ചെയ്തു. മാംസകഷ്ണം പുറത്തെടുത്തപ്പോൾ ജൂവിന്റെ ശ്വാസം നേരെ വീണു. ശരിക്കും ആ മാംസകഷ്ണം കടിച്ചു പറിച്ചതും വാങ്ങ് അടഞ്ഞതുപോലെയായിരുന്നു. ജൂവിനെ ഒന്ന് തട്ടി പിടിച്ചതും ജൂ പതുക്കെ കണ്ണു തുറന്നു. ജൂ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവളെ നോക്കി നിൽക്കുകയാണ്. ഏയ് എന്താ ഇത്? എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നാണെന്നും ജൂ പതുക്കെ പറയുകയാണ്. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്ന? അങ്ങനെ ജൂ പറയുമ്പോൾ മാർക്ക് ജൂവിനെ എടുത്തുയർത്തി. ജൂവിന്റെ ബോഡി കൂടി രക്തം ഒലിക്കുന്നുണ്ട്. തന്റെ ബോഡിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന മാർക്കിനോടായി ജൂ പറഞ്ഞു, മാർക്ക്, ഒരുത്തനെ ഞാൻ തീർത്തു, മറ്റവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ജൂ അങ്ങനെ പറഞ്ഞതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ജൂവിനെ എടുക്ക്, അതിവേഗം നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മളിവിടെ നിന്നാൽ അവര് ആളുകളുമായി മടങ്ങി വരും. ടോം കുടുംബത്തിലെ ആളുകളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഇതിനിടയിൽ പീക്ക് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ട്. സെൻട്രൽ പ്ലെയിനിലെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ കുടുംബമാണ് ടോം കുടുംബമെന്നും പീക്ക് മാസ്റ്റർക്ക് അറിയാം. അവർക്ക് ഒരുപാട് ശക്തരായ ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവര് ഒരു മറ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. എന്തിനാണ് ജൂവിനെയും മാർക്കിനെയും അവർ ആക്രമിച്ചെന്നുള്ള കാര്യമൊന്നും പീക്ക് മാസ്റ്റർക്ക് അറിയില്ല. പക്ഷെ സ്ഥലത്തുനിന്ന് ഉടൻ മാറുന്നതാണ് നല്ലതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ഉടൻ തന്നെ ആ ടീം തണ്ടർ കോർട്ട്യാർഡിലേക്ക് മടങ്ങി. തണ്ടർ കോർട്ട്യാർഡിലേക്കുള്ള അവരുടെ യാത്ര നടക്കുമ്പോൾ ഏറ്റവും പുറകിൽ ജൂലിയൻ ഉണ്ട്. ജൂലിയൻ ശരിക്കും വിജിലന്റായി ചുറ്റും നിരീക്ഷിക്കുകയാണ്. ഒരു കാരണവശാലും മാർക്കിനെയും ജൂവിനെയും വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ജൂലിയൻ പുറകിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് പീക്ക് മാസ്റ്ററും. ശരിക്കും ഒരു വിജിലന്റായ ഒരു ആളുകളുടെ ഒരു ടീമായി അത് അനുഭവപ്പെടുകയാണ്. മാർക്കാണെങ്കിൽ ജൂവിനെ എടുത്ത് ഷോൾഡറിൽ കിടത്തിയിരിക്കുകയാണ്. അവര് തണ്ടർ കോർട്ട്യാർഡിൽ ആ ഡീമൺ സ്ലെയിം പീക്കിൽ മടങ്ങിയെത്തി. തണ്ടർ കോർട്ട്യാർഡിലെ ആ ഡീമൺ സ്ലെയിം പീക്കിൽ മടങ്ങിയെത്തിയ മാർക്ക് ഫെല്ലർ തന്റെ ആൽക്കമിസ്റ്റ് എന്നുള്ള ആ ലേബൽ പുറത്തെടുത്ത് അനവധി മരുന്നുകൾ ഉണ്ടാക്കി. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊന്നും എനിക്ക് വേണ്ട. ഏയ് ജൂ, ഇതൊക്കെ വേഗം ഭേദമാകണമെങ്കിൽ ഈ മരുന്ന് അനിവാര്യമാണ്. മാർക്ക് നിർബന്ധിച്ച് ആ മരുന്നുകൾ ജൂവിന് കഴിപ്പിച്ചതോടുകൂടി ജൂവിന്റെ ആരോഗ്യസ്ഥിതി പതുക്കെ പതുക്കെ മെച്ചപ്പെട്ടു. ഡീമൺ സ്ലെയിം പീക്കിൽ ഈ രംഗങ്ങളൊക്കെ അങ്ങനെ നടക്കുമ്പോൾ സെൻട്രൽ പ്ലെയിനിലെ ടോം കുടുംബത്തിലേക്ക് ഒരാൾ ഓടിക്കിതച്ചെത്തി. അയാളുടെ ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട്. ശരിക്കും പരിതാപകരമാണ് അയാളുടെ അവസ്ഥ. അയാളെ കണ്ടതും യങ് മാസ്റ്റർ ടോം ഗ്യാങ് അയാളോട് ചോദിച്ചു, ഏയ് എന്താ, എന്തു പറ്റി? മാർക്കിനെ തീർത്ത? യങ് മാസ്റ്റർ, ക്ഷമിക്കണം, മാർക്കിനെ തീർക്കാൻ പറ്റിയില്ല. ഏയ് മാർക്കിനെ തീർക്കാൻ പറ്റിയില്ലെന്നോ? അവനൊരു മൈറ്റ് ലെവലുകാരനല്ലേ? നിങ്ങൾ രണ്ടുപേരും റിവേഴ്സ് ഓയിലുകാരല്ലേ? എന്നിട്ടെന്താ അവനെ തീർക്കാത്തത്? യങ് മാസ്റ്റർ, അവനൊപ്പം അതിശക്തിയായ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. സ്ത്രീയോ? അത് യങ് മാസ്റ്റർ, ഞാൻ തിരക്കിയായിരുന്നു. സദേൺ പ്രൊവിൻസിലെ ജൂ എന്ന് പറയുന്ന സ്ത്രീയാണ് അവനൊപ്പം ഉണ്ടായിരുന്നത്. അവള് ഭയങ്കര ശക്തിയാണ്. അവള് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കൊന്നു. ഞാൻ ഒരു പരുവത്തിൽ രക്ഷപ്പെട്ടു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും യങ് മാസ്റ്റർ ടോം ഗ്യാങ് അവനോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും അവിടെ സംഭവിച്ചു? യങ് മാസ്റ്റർ, ഒരു കാര്യം കൂടി സംഭവിച്ചു. എന്താ? യങ് മാസ്റ്റർ, മാർക്ക് എന്നോടൊരു കാര്യം പറഞ്ഞു. അത് യങ് മാസ്റ്റർ പറയാൻ വേണ്ടിയാ പറഞ്ഞത്. എന്ത് കാര്യം അവൻ പറഞ്ഞത്? യങ് മാസ്റ്റർ, അവന്റെ കയ്യിൽ ഒരു ടോക്കൺ ഉണ്ടെന്നും ആ ടോക്കണെ കുറിച്ചുള്ള കാര്യം വേണ്ടി വന്നാൽ അവൻ സെൻട്രൽ പ്ലെയിനിലെ എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും അറിയിക്കുമെന്ന് പറയാനും എന്നോട് പറഞ്ഞു. മാർക്കിനോടും ജൂവിനോട് ഏറ്റുമുട്ടിയ ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും
യങ് മാസ്റ്റർ ചോങ് ഗാങ് അവനോട് ചോദിച്ചു. മാർക്കത് പറയുമ്പോൾ അവനോടൊപ്പമുള്ള ആ ജൂ അത് കേട്ടായിരുന്നു. പിന്നെ ഞാനും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും. വേറെ ആരും കേട്ടില്ലല്ലോ? ഇല്ല. നീ ഇത് വേറെ ആരോടും പറഞ്ഞോ? ഇല്ല ഇല്ല യങ് മാസ്റ്റർ, ഞാൻ നേരെ ഇങ്ങോട്ടാ വന്നത്. അങ്ങനെ അവൻ പറഞ്ഞതും ആ യങ് മാസ്റ്റർ കൈ ഉയർത്തൊരൊറ്റയാടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് ആ ചെറുപ്പക്കാരൻ്റെ തല അങ്ങ് ചിതറി. അവൻ്റെ തല ചിതറിയപ്പോൾ അതിനോടൊപ്പം അവൻ്റെ പ്രിമോഡിയൽ സ്പിരിറ്റും ചിതറുകയാണ്. അത്ര ശക്തമായിട്ടാണ് ആ യങ് മാസ്റ്റർ ചോങ് ഗാങ് അവനെ അടിച്ചത്. അതിനുശേഷം ചോങ് അവിടുന്ന് നേരെ എത്തിയത് അവൻ്റെ പിതാവിൻ്റെ അടുത്താണ്. അവൻ്റെ അച്ഛനെ കണ്ടതും ചോങ് ഗാങ് അവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ഛനോട് പറഞ്ഞു. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞതും അയാൾ ചോങ്ങിനോട് പറഞ്ഞു, ഗ്യാങ്, ആ മാർക്കും ആ ജൂ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും മാർക്ക് അറിഞ്ഞ കാര്യം മറ്റൊരാൾ അറിയാൻ ഇടവരരുത്. അവൻ ആ ഡീമൺ സ്ലെയിം പീക്കിലാ താമസിക്കുന്നത്. അവൻ അവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ ഗ്യാങ് അതിന് എന്താണ് വേണ്ടതെന്ന് ഞാൻ ഇനി നിന്നോട് പറയണോ? അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ അവരെയും നീ കൊല്ലണം. ഒരാളും ആ വിവരം അറിയാൻ പാടില്ല. സെൻട്രൽ പ്ലെയിനിലെ എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും താല്പര്യമുള്ള ഒരു രഹസ്യമാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ സീല്. ആ സീല് വഴി മാത്രമേ ആ ഫോർബിഡൻ ഏരിയയിലേക്ക് കടക്കാൻ പറ്റൂ. ആ സീലും മാർക്കിന്റെ കയ്യിലിരിക്കുന്ന വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് പക്ഷേ ചോങ് കുടുംബത്തിന് അറിയില്ല. മാർക്കിന്റെ കയ്യിലെ ആ സീലിലാണ് അവരുടെ നോട്ടം. ആ സീലിനെ കുറിച്ചുള്ള രഹസ്യം ഒരാളും അറിയരുത്. ആ രഹസ്യം പുറത്തു പോകാൻ സാധ്യതയുള്ളത് മാർക്ക് വഴിയാണ്. ആ രഹസ്യം മാർക്ക് ഓപ്പണായി വിളിച്ചു പറഞ്ഞപ്പോൾ അത് കേട്ട് ജൂ വഴിയും ആ രഹസ്യം പുറത്തു പോകാം. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കൊല്ലാനുള്ള ഉത്തരവാണ് ചോങ് കുടുംബത്തിന്റെ കാരണവർ അദ്ദേഹത്തിന്റെ മകനെ കൊടുത്തത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫിൽയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.